നമസ്കാരം. ഗൂഷിങ്ങും സീസറും കൂടി ആ ഫസ്റ്റ് മിസ്റ്റിക് വേർഡിലെ ആ മുറിയിലേക്ക് കടന്നപ്പോൾ ഗൂഷിങ് ശരിക്കും സ്തംഭിച്ചു പോവുകയാണ്. അയാൾ അതിനകത്തേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ അയാൾക്ക് ഒരു കാര്യം ബോധ്യമായി, അവിടെ ആളിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. അയാൾ പെട്ടെന്ന് എല്ലാവരും നോക്കിപ്പോ അയാൾക്ക് ആദ്യം മനസ്സിലായത് മാർക്ക് ഫെല്ലർ മിസ്സായി എന്നുള്ള കാര്യമാണ്. അത് മനസ്സിലായതും അയാൾ ഉറക്കെ ചോദിച്ചു, ഏയ് മാർക്ക് എവിടെ? ആ മുറിക്കകത്തുനിന്ന് പെട്ടെന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. ആ മുറിക്കകത്തുള്ള എല്ലാവരും വേദന കൊണ്ട് പൊളയുന്നത് കൊണ്ട് തന്നെ ഗൂഷിങ്ങിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഗൂഷിങ് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു, ഏയ് മാർക്ക് എവിടെ പോയി? ആ ചോദ്യത്തിന് പെട്ടെന്ന് ഒരു മറുപടി ഉണ്ടായി. ഒരു ചെറിയ ചിരിയാണ് ആദ്യം ഉണ്ടായത്. ആ മുറിയിലെ ഏക വനിതയാണ് ചിരിച്ചത്, സ്യൂക്കിനൻ. സ്യൂക്കിനൻ ഒന്ന് ചിരിച്ചു. ഒരു പ്രത്യേക തരത്തിലുള്ള ചിരി കേട്ട് ഗൂഷിങ് സ്യൂക്കിനെ നോക്കുമ്പോൾ സ്യൂക്കിനന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷം. അവൾ ചിരിച്ചുകൊണ്ട് ഗൂഷിങ്ങിനോട് പറഞ്ഞു, മാർക്ക് രക്ഷപ്പെട്ടു. മാർക്ക് പോയപ്പോ ആ യാൻ യോങ്ഫും കൂടെ പോയിരിക്കുകയാണ്. ആ ഹൈറപ്സിന്റെ തലവനാണ് യാങ് യോങ്ഫു. ആ യാങ് യോങ്ഫുവിനെയും കൊണ്ട് മാർക്ക് ഫെല്ലർ രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോ ഗൂഷിങ്ങിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതേ സമയത്ത് സീസറുടെ കണ്ണുകളിൽ ശരിക്കും ആശ്വാസത്തിന്റെ ഒരു തിളക്കം ഉണ്ടാവുകയാണ്. സീസർ നിശബ്ദനായി ഗൂഷിങ്ങിന്റെ പുറകെ നിൽക്കുമ്പോൾ ഗൂഷിങ് ആ സ്ത്രീയുടെ അടുത്തേക്ക് അതിവേഗം നടന്നു വന്നു. ഗൂഷിങ് അവളുടെ കഴുത്തിൽ കയറി പിടിച്ചു. ഏയ് പറ, എങ്ങനെ അവൻ രക്ഷപ്പെട്ടത്? ശരിക്കും ശക്തമായി സ്യൂക്കിന്റെ കഴുത്തിലേക്ക് ഗൂഷിങ് അങ്ങനെ അമർത്തി പിടിച്ചതും സ്യൂക്കിന് ശബ്ദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അവളുടെ തൊണ്ട ഇടറുന്നത് വ്യക്തമായി കേൾക്കാം. അത് കണ്ടതും ചാൾസ് സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ അവളെ വിട് എന്നല്ലേ അവൾക്ക് പറയാൻ പറ്റൂ. ചാൾസ് സീസർ പറയുന്നത് കേട്ടതും ഗൂഷിങ് സ്യൂക്കിനെ ഒരൊറ്റയേറി. ശരിക്കും ദേഷ്യത്തോടെയാണ് സ്യൂക്കിനെ അയാൾ വലിച്ചെറിഞ്ഞത്. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സ്യൂക്കിന് അല്പം ദൂരേക്ക് വീണെങ്കിലും ആ ചങ്ങല ബന്ധനം അങ്ങനെ തന്നെ തുടരുകയാണ്. അവൾ വീണ സ്ഥലത്തേക്ക് എത്തിയ ഗൂഷിങ് അവളോട് ചോദിച്ചു, പറ എന്താ ഉണ്ടായത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവൾ ഗൂഷിങ്ങിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഗൂഷിങ്ങിനോട് പറഞ്ഞു, എന്നെ മോചിപ്പിക്കുക എന്നാ ഞാൻ പറയാം. ഗൂഷിങ് രണ്ടാമൊന്നും ആലോചിക്കാതെ അവന്റെ കൈയൊന്ന് അനക്കിയതും സ്യൂക്കിനെ ബന്ധിപ്പിച്ചിരുന്ന ചങ്ങലകൾ അറ്റു. ശരിക്കും ഒരു പവർ അവന്റെ ആ വിരലുകൾക്കുണ്ട്. ആ വിരലിന്റെ ചെറിയൊരു അനക്കം മതി എന്തും സംഭവിക്കാൻ. സ്യൂക്കിനൻ ആ ചങ്ങലിൽ നിന്ന് മോചിതയായതും അല്പം സമയമെടുത്ത് ഒന്ന് ശ്വസിക്കുകയാണ്. ശരിക്കും അവൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മരണത്തെ മുഖാമുഖം കണ്ടതാണ്. ഗൂഷിങ് അവളുടെ ആ കഴുത്തിലേക്ക് കൈ അമർത്തി പിടിച്ചപ്പോൾ അവളുടെ ശ്വാസം ഏതാണ്ട് നിലച്ചതാണ്. സമയത്ത് സീസർ ഇടപെട്ടത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. അവൾ ശ്വാസം എടുക്കുന്നത് ഗൂഷിങ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്യൂക്കിനൻ ഒന്ന് ചിരിച്ചു. ഗൂഷിങ്, നിനക്ക് ഇത് തന്നെ വേണം. ആ യാൻ യോങ്ഫോ മാർക്കും കൂടി പോയിരിക്കുന്നത് എവിടേക്കാണെന്ന് നിനക്ക് അറിയാമോ? എവിടേക്കാണ്? പറഞ്ഞു തുറക്കേ. ഗൂഷിങ് ശരിക്കും ദേഷ്യത്തിലാണ് ആ വാചകം പറഞ്ഞത്. അത് കേട്ടതും സ്യൂക്കിനൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ് അവര് പോയത് എമിലിയുടെ രക്തമെടുക്കാനാണ്. എമിലിയുടെ രക്തവും? അതെ, യാൻ യോങ്ഫു എമിലിയുടെ രക്തം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനത് നിന്നോട് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ നിനക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, നിനക്ക് എന്നെ വിശ്വാസമില്ലായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ മാർക്കും യാൻ യോങ്ഫും കൂടി രക്ഷപ്പെടുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് സ്യൂക്കിനിൻ ഒരേ ചിരി. അവള് മരണം വരിക്കാൻ ഏതാണ്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ചിരിച്ചാൽ ഗൂഷിങ് അവളെ തല്ലിക്കൊല്ലും എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് തീരുമാനിച്ചുറച്ചാണ് സ്യൂക്കിനൻ അങ്ങനെ സംസാരിച്ചത്. സ്യൂക്കിനൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നീ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്നോടുള്ള ഒരു അടുപ്പം കൊണ്ട് ഞാൻ നിന്നോട് കാര്യം പറഞ്ഞപ്പോ നീ എന്നെയും വിശ്വസിച്ചില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായത്. നീ അനുഭവിക്കുക. എമിലി ബ്ലാക്കിന്റെ രക്തം മാർക്കിന്റെ രക്തമായി കലർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിയാമോ? അങ്ങനെ സ്യൂക്കിനൻ ചോദിച്ചതും ഗൂഷിങ് ഉറക്കെ പറഞ്ഞു, എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കത്തില്ല. ഇനി ആരും എന്നെക്കാൾ ശക്തരായി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞാൻ അന്ന് അനുവദിക്കത്തുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ സ്റ്റാർ സീസർ നേരെ തിരിഞ്ഞ് സ്റ്റാർ സീസറോട് പറഞ്ഞു, എനിക്ക് മാർക്കിനെ വേണം. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും സീസർ ഗൂഷിങ്ങിനോട് ചോദിച്ചു, യങ് മാസ്റ്റർ, അപ്പോ നമ്മള് തീരുമാനിച്ചിരിക്കുന്ന ആ ഫംഗ്ഷനോ? എന്തു ഫംഗ്ഷൻ? പ്രധാന കഥാപാത്രമില്ലാതെ ആ ഫംഗ്ഷൻ കൊണ്ടെന്ന് കാര്യം? യഥാർത്ഥത്തിൽ ഗൂഷിങ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. പരസ്യമായി മാർക്ക് ഫെല്ലർക്കും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ 8 ഹൈറപ്സിനെയും വധിക്കുമെന്നാണ് ഗൂഷിങ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള തീയതിയും അയാൾ തീരുമാനിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസമാണ് ആ തീയതി. യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറെയും ബാക്കി 8 പേരെയും വധിക്കാനായി അവരെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് കൊണ്ടുപോകാനാണ് ഗൂഷിങ് അവിടെ എത്തിയത്. അവിടെ എത്തുമ്പോഴാണ് മാർക്ക് ഫെല്ലറും
യാൻ യോങ്ഫും മിസ്സായ കാര്യം അയാൾ അറിയുന്നത്. അയാൾ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യം വളരെ ഓപ്പണായി പറഞ്ഞു എന്ന് മാത്രമല്ല, അയാൾ പലരെയും ആ ഫംഗ്ഷൻ കാണാനായി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകളിൽ ഒരാൾ സാക്ഷാൽ ലാരി ഹോംസ് ആണ്. ആ ഇൻവിറ്റേഷൻ ശരിക്കും ഒരു ത്രട്ട് തന്നെയാണ്. ലാരി ഹോംസ് ഗോഡ് ഓഫ് വാർ ആണ്. ഗോഡ് ഓഫ് വാർ ആയ ലാരി ഹോംസിനെ അനധികൃതമായി നടത്തുന്ന ഒരു എക്സിക്യൂഷൻ കാണാനാണ് ഗൂഷിങ് ഇൻവൈറ്റ് ചെയ്തത്. ആ ഇൻവിറ്റേഷൻ കണ്ടതും ശരിക്കും ദേഷ്യം ലാരി ഹോംസിന്റെ മുഖത്തേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. അയാളുടെ ബോഡി മുഴുവൻ വളരെ തരിക്കുന്നുണ്ട്. അയാളിപ്പോ ഒരു മാർഷൽ സെയിന്റ് ആണ്. പക്ഷെ മാർഷൽ സെയിന്റ് ആയ അയാളെക്കാൾ ഒരുപാട് പടികൾ മുകളിലാണ് ഗൂഷിങ്. ഗൂഷിങ് ഒരു മൈറ്റി ലെവലിലെ 8 ആളുകളുടെ ശക്തിയുള്ള ആളാണ്. ആ ഗൂഷിങ്ങിനെ തൊടാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. ആ യാഥാർത്ഥ്യം ലാരി ഹോംസിന് അറിയാം. ലാരി ഹോംസ് ആ ഇൻവിറ്റേഷൻ വായിച്ചപ്പോൾ വല്ലാതെ ദേഷ്യത്തോടെയാണ് മാർക്കിന്റെ പേര് ഒന്ന് നോക്കുന്നത്. മാർക്കിൽ അയാൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. മാർക്ക് പിടിക്കപ്പെട്ടെന്നും മാർക്ക് എക്സിക്യൂഷൻ വിധേയമാകാൻ പോകുന്നുള്ള കാര്യം വിശ്വസിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ എക്സിക്യൂഷൻ എങ്ങനെ ഇല്ലാതാക്കാം, അതാണ് ശരിക്കും ലാരി ഹോംസ് ആ നിമിഷത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. ലാരി ഹോംസ് ഈ വിഷയം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇവിടെ മാർക്ക് ഫെല്ലറും യാൻ യോങ്ഫും രക്ഷപ്പെട്ട കാര്യം ഗൂഷിങ് അറിയുന്നത്. ഗൂഷിങ്ങും സീസറും കൂടി പുറത്തേക്ക് നടക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഗൂഷിങ്ങിന് സ്യൂക്കിനിൻ ചങ്ങലിൽ അല്ല എന്ന ബോധ്യമുണ്ടായത്. ഗൂഷിങ് തിരിച്ച് സ്യൂക്കിന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ ആ കൈവിരലുകൾ ഒന്നുകൂടി സ്യൂക്കിനു നേരെ ചൂണ്ട പോയതാണ്. പക്ഷെ പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ അയാൾ കൈ താഴ്ത്തിയിട്ട് സ്യൂക്കിനോട് ചോദിച്ചു, നീ എനിക്കൊപ്പം നിൽക്കാൻ തയ്യാറാണോ? ആ ചോദ്യം കേട്ടതും അതുവരെ ഗൂഷിങ്ങിനോട് പരിഹാസ രൂപേണ സംസാരിച്ചിരുന്ന സ്യൂക്കിനിന്റെ ബോഡി ലാംഗ്വേജ് ആകെ മാറി. അവൾ പെട്ടെന്ന് ഒരു വിനയമുള്ള സ്ത്രീയായി മാറി. അവളുടെ ബോഡി ലാംഗ്വേജ് ആ മാറ്റം വന്നതും അവൾ കുനിഞ്ഞ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഞാൻ ഇനി മുതൽ അങ്ങയുടെ അടിമയാണ്. അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം, എന്തും. അങ്ങനെ സ്യൂക്കിനിൻ പറഞ്ഞതും ഗൂഷിങ് സ്യൂക്കിനോട് പറഞ്ഞു, ഫോളോ, എന്നാൽ ഞങ്ങൾക്കൊപ്പം വാ. സ്യൂക്കിനും ഗൂഷിങ്ങും സീസറും ആ ഫസ്റ്റ് മിസ്റ്റിക് വേർഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേർഡിലേക്കുള്ള തുരങ്കത്തിലൂടെ സെക്കൻഡ് മിസ്റ്റിക് വേർഡിലേക്ക് എത്തിയ ആ ടീം അതിവേഗം ജിങ്ദു മാർഷൽ അസോസിയേഷനിലെത്തി. അവിടെ എത്തിയതും സീസറോടായി ഗൂഷിങ് പറഞ്ഞു, ആ മൈറ്റി ഫിഗേഴ്സ് എല്ലാം വിളിക്കും. സീസർ ഉടൻ തന്നെ ആ മൈറ്റി ലെവലിലെ ആളുകളെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തി. അവർ യഥാർത്ഥത്തിൽ ആ 18 ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിക്കാനായി ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെയാണ് സീസർ ജിങ്ദു മാർഷൽ അസോസിയേഷനിലേക്ക് വിളിച്ച് വരുത്തിയത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് വന്നു തുടങ്ങി. എന്നാൽ ഇതേ സമയത്ത് എക്സിക്യൂഷൻ റദ്ദാക്കിയ കാര്യം മാർഷൽസ് ഫോറത്തിലൂടെ ഗൂഷിങ് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. മാർക്ക് ഫെല്ലറെയും ആ ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ 8 ഹൈറപ്സിനെയും വധിക്കാനുള്ള ഡേറ്റ് പിന്നീട് അറിയിക്കാമെന്നാണ് ഗൂഷിങ്ങിന്റെ ആ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ആ പ്രസ്താവന കണ്ടപ്പോൾ ലാരി ഹോംസിന് ശരിക്കും ആശ്വാസമായി. സ്വാഭാവികമായിട്ടും അതേ ആശ്വാസം ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലീനിലുള്ള ചാങ്മാങ്ങിന് കൂടർക്ക് ഉണ്ടാവുകയാണ്. മാർക്കിനെ തൽക്കാലം ഗൂഷിങ് വധിക്കില്ല. ആ ഒരു ധാരണയിലേക്ക് അവരെല്ലാം എത്തി. നേരം പുലർന്നതോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആ മൈറ്റി ലെവൽ ആളുകളോടായി ഗൂഷിങ് വ്യക്തമായി പറഞ്ഞു, എനിക്ക് 2 ആളുകളെ നിങ്ങൾ തേടി പിടിച്ചു തരണം. ഒന്ന് മാർക്ക് ഫെല്ലർ, 2 യാൻ യോങ്ഫു. അവര് ഈ പൈറോ വിട്ട് വേറെ എങ്ങോട്ടും പോയിരിക്കാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ അവർ പൈറോയ്ക്ക് പുറത്തു പോയിട്ടുണ്ടെങ്കിലും അവിടെയും നിങ്ങൾ അന്വേഷിക്കണം. അവർക്ക് 2 പേർക്കും ഒരു കാരണവശാലും ഒളിച്ചു കഴിയാൻ കഴിയില്ല. അവർ 2 പേരെയും പിടികൂടി ഇവിടെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. അവർ 2 പേരെയും ജീവനോടെ വേണം എനിക്ക് കിട്ടേണ്ടത്. വളരെ വ്യക്തമായ ഉത്തരവാണ് ഗൂഷിങ് ആ മൈറ്റി ഫിഗേഴ്സിന് കൊടുത്തത്. ആ ഉത്തരവ് കിട്ടിയതും ആ മൈറ്റി ഫിഗേഴ്സ് അതിവേഗം മാർക്ക് ഫെല്ലറെ തേടിയിറങ്ങി. ഇപ്പോൾ ജിങ്ദു മാർഷൽസ് അസോസിയേഷനിൽ അതിശക്തമായ ഒരു ടീമുണ്ട്. നേരത്തെ പർപ്പിൾ ലെവൽ ജിങ്ദു മാർഷൽസ് അസോസിയേഷൻ ഉണ്ടായിരുന്ന ആളുകൾ മാർക്യൂസുകളാണെങ്കിൽ ഇപ്പോൾ പർപ്പിൾ ലെവലുകാര് മൈറ്റി ലെവലിലുള്ള ആ ആളുകളാണ്. ബ്ലാക്ക് ഗോൾഡ് വേഷധാരികളെല്ലാം മാർഷൽ സെയിന്റുകളാണ്. അതിന് താഴെ മാത്രമാണ് മാർക്യൂസുകളുള്ളത്. അതിവേഗം ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ സ്റ്റാറ്റസ് അങ്ങ് മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ മാർഷൽസ് അസോസിയേഷനായി ദിവസങ്ങൾക്കുള്ളിലാണ് ജിങ്ദു മാർഷൽസ് അസോസിയേഷനെ ഗൂഷിങ് റീഷേപ്പ് ചെയ്തത്. അതിശക്തരായ മുഴുവൻ ആളുകളെയും വിവിധ അസോസിയേഷനിൽ നിന്ന് ജിങ്ദു മാർഷൽസ് അസോസിയേഷനിലേക്ക് ഗൂഷിങ് കൂട്ടിച്ചേർക്കുകയാണ്. ഗൂഷിങ്ങിനെ എതിർക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ഇൻവിറ്റേഷൻ കിട്ടുന്ന മാത്രയിൽ അവർ ജിങ്ദു മാർഷൽസ് അസോസിയേഷനിലേക്ക് ഏതാണ്ട് പറന്നെത്തിയെന്ന് പറയാം. ആ എൻ്റെ ടീമും ഇപ്പോ ഒറ്റ ദൗത്യത്തിലാണ്, മാർക്ക് ഫെല്ലറെ കണ്ടുപിടിക്കുക. മാർക്ക് ഫെല്ലറെ കണ്ടുപിടിക്കാനായിട്ട് ആ എൻ്റെ ടീമും ലോകം മുഴുവൻ അരിച്ചു പറക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ
ബാത്ത് ടബിനകത്ത് അങ്ങനെ കിടക്കുകയാണ്. മാർക്കിന്റെ ബോഡി പൊട്ടിത്തകരുന്നതും വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അല്പം മാറുന്നെന്ന് വല്ലാത്ത കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് സാക്ഷാൽ യാൻ യോങ്-ഫു. എത്ര തവണ മാർക്കിന്റെ ബോഡി നശിക്കുകയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ചോദിച്ചാൽ യാൻ യോങ്-ഫുവിന് പോലും ഒരു ധാരണയുമില്ല. അനുസ്യൂതം ആ പ്രക്രിയ തുടരുകയാണ്. അയാൾ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു ആക്ഷൻ കാണുന്നത്. സാധാരണഗതിയിൽ മാർഷൽ സെയിന്റ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്യൂസ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന സമയത്ത് ആളുകളുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള റീകൺസ്ട്രക്ഷൻ നടക്കാറുണ്ട്. ബോഡി ഒന്നുകൂടി ശക്തമാകും. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് അടക്കുമ്പോൾ പഴയ ബോഡി മാറി പുതിയ ബോഡി വരുന്നതാണ്. ആ സമയത്ത് ആ വ്യക്തിയുടെ ഫിസിക്കൽ ബോഡി കുറെ കൂടി ശക്തമാകും. അങ്ങനെയാണ് ഓരോ ലെവലിൽ കഴിയുന്തോറും മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുന്നത്. ഇവിടെ ആ ഫിസിക്കൽ സ്ട്രെങ്ത് മാർക്ക് ഫെല്ലർക്ക് കൂടിക്കൂടി വരുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് യാൻ യോങ്-ഫുവിന് കൃത്യമായി കാണാം. അയാൾക്കിപ്പോ വേറെ ഒരു ലക്ഷ്യമില്ല. അയാൾ മാർക്കിനെ അന്ധമായി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അനിശ്ചിതനായ ആ ലീഡർ ആയിരുന്നു അയാൾ എന്നുള്ള കാര്യമൊക്കെ അയാൾ പൂർണ്ണമായും വിസ്മരിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു അടിയുറച്ച അനുയായി പോലെ അയാൾ മാർക്കിനെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സകല സ്ഥലവും അരച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മൈറ്റി ലെവലുകാരും മാർഷൽ സെയിന്റുകാരും മാർക്യൂസുകളും ഒക്കെ. അവർ തിരക്കാൻ ഒരു സ്ഥലവുമില്ല. 4 ദിവസത്തെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ ആ വാർത്ത ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ കൃത്യമായി കിട്ടുകയാണ്. അവരുടെ അന്വേഷണം പരാജയപ്പെട്ടു. അന്വേഷണം പരാജയപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഗൂഷിങ് വല്ലാത്ത ദേഷ്യത്തിലാണ്. മാർക്ക് ഫെല്ലർ എവിടെ പോയി? ഇവനെങ്ങനെ കണ്ടുപിടിക്കുക? അവനെനിക്ക് കാലി തൂക്കി തറയടിച്ചു കൊള്ളണം. ഗൂഷിങ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അനിശ്ചിത നേതാവായിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലറോട് പരാജയപ്പെടുന്നത്. ആ പരാജയം ഒരുപാട് ആളുകൾക്ക് മുന്നിലായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിലിട്ട് ഗൂഷിങ്ങിന് മാർക്ക് ഫെല്ലറെ തല്ലിക്കൊല്ലണം. മാർക്ക് ഫെല്ലറെ കൊല്ലുന്ന അയാൾ തന്നെയാകണം. അത് അവന്റെ ഒരു വാശിയാണ്, ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറെ തിരക്കാൻ ആ ആളുകൾ മുഴുവൻ ഉപയോഗിച്ചത്. ആ മുഴുവൻ ആളുകളും ശ്രമിച്ചിട്ടും മാർക്ക് ഫെല്ലറെ കിട്ടിയില്ല എന്ന് കേട്ടപ്പോൾ ഗൂഷിങ് ദേഷ്യത്തോടെ മുന്നുള്ള മേശയിൽ ആഞ്ഞു നടിച്ചു. ആ നിമിഷം ആ മേശ ചെറു തരികളായി ചിതറുകയാണ്. ഗൂഷിങ്ങിന്റെ ദേഷ്യം കേട്ടതും സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വീണ്ടും അന്വേഷിക്കാം. സീസർ അത് പറഞ്ഞതും സ്യൂക്കുനൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, എനിക്ക് വേറെ ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? യങ് മാസ്റ്റർ, നമ്മുടെ അന്വേഷണത്തിന്റെ രീതി ഒന്ന് മാറ്റണം. എങ്ങനെ മാറ്റണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായി പറ. യങ് മാസ്റ്റർ, ആ പ്രവാചകൻ എല്ലാം അറിയുന്ന ആളല്ലേ? ആ മാസ്റ്ററെ പോയി കണ്ടാൽ അയാൾക്ക് മാർക്ക് എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. ഹെവൻലി റീജനും ഭൂമിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ പാത്ത് എന്ന് തുറക്കും എന്ന് പോലും കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ആളാണ് ആ മാസ്റ്റർ. അയാൾ നേരത്തെ നടത്തിയ എല്ലാ പ്രവചനങ്ങളും ശരിക്കും വിജയിച്ചിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം മിസ്റ്റിക് വേൾഡിന് പുറത്ത് ഒരു മാർഷൽ സെയിന്റ് ജനിക്കുമെന്ന് ആദ്യം പ്രവചിച്ചത് ആ മാസ്റ്ററാണ്. അത് ശരിയായി. ആ മാർഷൽ സെയിന്റ് ജനിച്ചു കഴിഞ്ഞാൽ അകത്തും പുറത്തുമായി ആ മാർഷൽ സെയിന്റ് ജനിച്ചു കഴിഞ്ഞാൽ മിസ്റ്റിക് വേൾഡിന്റെ അകത്തും മിസ്റ്റിക് വേൾഡിന് പുറത്തും തുടർന്ന് ധാരാളം മാർഷൽ സെയിന്റുകൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചതും അയാളാണ്. അതും സംഭവിച്ചു. ഹെവൻലി റീജിയനുമായി ഭൂമിയെ കണക്ട് ചെയ്യാൻ 18 ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പ്രവചിച്ചതും അയാളാണ്. അതും സത്യസന്ധമായ വസ്തുതയാണെന്ന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ആ പുരാതന ഗ്രന്ഥങ്ങൾ ഉറപ്പാക്കുന്ന കാര്യവുമാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡ് സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് തമ്മിലുള്ള അടയ്ക്കപ്പെട്ട തുരങ്കം തുറക്കപ്പെടുമെന്നും അയാൾ പ്രവചിച്ചു. അതും ശരിയായി. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രവചിച്ച ആ മാസ്റ്റർക്ക് ഉറപ്പായിട്ടും മാർക്ക് ഫെല്ലർ എവിടെയുണ്ടെന്ന് പ്രവചിക്കാൻ കഴിയും. സ്യൂക്കുനൻ അവളുടെ വാദങ്ങൾ വ്യക്തമായും ഗൂഷിങ്ങിന് മുന്നിൽ അവതരിപ്പിച്ചതും ഗൂഷിങ് സീസറോട് പറഞ്ഞു, സീസർ, ഉടൻ ഒരു ഹെലികോപ്റ്റർ റെഡിയാക്ക്. അധികം സമയം കഴിയും മുമ്പ് തന്നെ ഗൂഷിങ്ങും സ്യൂക്കുനനും സീസറും ആ മാസ്റ്റർ ടിയാൻസിയുടെ അമ്പലത്തിലേക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചു. അവിടെ ഹെലികോപ്റ്റർ ആകാശത്തേക്ക് അങ്ങനെ പറന്നു പൊങ്ങി ആ അമ്പലം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പ്രധാന നിരത്തിൽ നിന്ന് ഒത്തിരി ഉള്ളിലേക്ക് കാടിനകത്തുള്ള ഒരു സ്ഥലത്താണല്ലോ ആ അമ്പലമുള്ളത്. ആ ഭാഗത്തേക്ക് ആ ഹെലികോപ്റ്റർ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ അമ്പലത്തിനകത്ത് മാസ്റ്റർ ടിയാൻസി തൊട്ടടുത്ത് നിൽക്കുന്ന ശിഷ്യനോട് പറഞ്ഞു, ആ ദിവസം എത്തുകയാണ് മാസ്റ്റർ, അതിന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടതാണ്. ആ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ മനുഷ്യനായ എനിക്ക് കഴിയില്ല. മാസ്റ്റർ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയാലോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്റെ മരണം ഞാൻ എവിടെ പോയാലും ഇന്ന് സംഭവിക്കും. അതുകൊണ്ട് എനിക്ക് ഒളിച്ചോടേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. മാസ്റ്റർ, ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അത് മാസ്റ്റർക്കൊപ്പമാണെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചുറച്ചതാണ്. എന്റെ ആ തീരുമാനത്തിൽ
ഒരു കാരണവശാലും മാറ്റം വരില്ല. ആ ശിഷ്യൻ അത് പറഞ്ഞതും മാസ്റ്റർ ടിയാൻസിയുടെ വലതുവശത്തുണ്ടായിരുന്ന ചെറുപ്പക്കാരനും അത് തന്നെ പറഞ്ഞു. ആ രണ്ട് ചെറുപ്പക്കാരും ടിയാൻസിക്കൊപ്പം കൂടിയിട്ട് കാലം ഒരുപാടായി. അവരൊന്നിച്ച് ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയതാണ്. ടിയാൻസിയുടെ മനസ്സ് ശരിക്കും അവർക്ക് വായിക്കാൻ പറ്റും. ടിയാൻസി ചില കാര്യങ്ങൾ ആളുകളോട് പറയാതെ നിശബ്ദനാകുമ്പോൾ ടിയാൻസിയുടെ മനസ്സിലുള്ള കാര്യം ആളുകളോട് വിശദീകരിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. ടിയാൻസി ഇപ്പോ അവരോട് പറയാതെ പറഞ്ഞിരിക്കുന്നത് ടിയാൻസിയുടെ മരണമാണ്. ടിയാൻസിയുടെ മരണം ഇതാ അടുത്തെത്തിയെന്ന് ടിയാൻസി അവരോട് പറഞ്ഞതുകൊണ്ടാണ് ഈ വാചകങ്ങളൊക്കെ ഉണ്ടായത്. അകത്ത് ഈ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഗൂഷിങ്ങിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. അധികം സമയം കഴിയുമ്പോൾ ഗൂഷിങ്ങും സീസറും സ്യൂക്കിനും ടിയാൻസിയുടെ മുന്നിലെത്തി. ടിയാൻസി കണ്ടതും ഗൂഷിങ് ടിയാൻസിയോട് പറഞ്ഞു, മാസ്റ്റർ ടിയാൻസി, ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയതല്ല, എന്നാലും ഞാൻ വന്ന കാര്യം പറയാം. ഹേ ഗൂഷിങ്, നിങ്ങൾ മാർക്ക് ഫില്ലറെ തിരക്കിയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ മാർക്ക് ഫില്ലർ എവിടെയുണ്ടെന്ന് ഞാൻ എന്തായാലും നിങ്ങളോട് പറയില്ല. ഗൂഷിങ്ങിന്റെ ചോദ്യം എന്താണെന്ന് പോലും ചോദിക്കാതെ ഉത്തരം ഇതാ മാസ്റ്റർ ടിയാൻസി പറഞ്ഞു കഴിഞ്ഞു. മാസ്റ്റർ ടിയാൻസി അത് പറഞ്ഞതും ഗൂഷിങ് മാസ്റ്റർ ടിയാൻസിയോട് പറഞ്ഞു, മാസ്റ്റർ, താങ്കളെ എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. താങ്കളുടെ ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ വന്ന് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ മാർക്ക് എവിടെയുണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങളെ ആരെയും ഉപദ്രവിക്കാതെ ഞാൻ ഇവിടുന്ന് കടന്നു പോകാം. ഗൂഷിങ് ആ വാചകം പറഞ്ഞതും മാസ്റ്റർ ടിയാൻസി ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, മാർക്ക് എവിടെയുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഫലം എന്താണെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്തിനാ മാർക്കുള്ള സ്ഥലം നിന്നോട് പറയണം? ഏയ് ടിയാൻസി, നീ അതിരി കടക്കുകയാണ്. ഗൂഷിങ്, ഞാനാണോ നീയാണോ അതിരി കടക്കുന്നത്? നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അതിരുകൾക്കുള്ളിലാണോ? നീ ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രമാത്രം കൊലകളാണ് നടത്തിയത്? നീ കൊന്ന ആരെങ്കിലും നിന്നോട് ഏതെങ്കിലും ശൈലിയിൽ കുറ്റം ചെയ്തവരാണോ? അല്ലെങ്കിൽ നിന്നെ ഏതെങ്കിലും ശൈലിയിൽ ഉപദ്രവിച്ചവരാണോ? അതുപോട്ടെ, അവർ ഏതെങ്കിലും ശൈലിയിൽ നിനക്ക് ദ്രോഹം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണോ? അല്ലല്ലോ. നിരപരാധികളിലെ നീ കൊന്നത്. സകല അതിരുകളിൽ കടന്നിരിക്കുന്ന നീയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അന്ത്യം എന്താകുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഗൂഷിങ്, കളി എന്നോട് വേണ്ട. ടിയാൻസി അങ്ങനെ തറപ്പിച്ചു പറഞ്ഞതും ഗൂഷിങ് ശരിക്കും ദേഷ്യത്തോടെ അയാളെ കൈ അനക്കിയതും ആ രണ്ട് ശിഷ്യന്മാരും മാസ്റ്റർ ടിയാൻസിയുടെ മുന്നിലേക്ക് കയറി. അവര് ടിയാൻസിയുടെ മുന്നിലേക്ക് കയറിയിട്ട് ഗൂഷിങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഗൂഷിങ്, മാസ്റ്റർ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാം. ടിയാൻസിയുടെ മുന്നിലേക്ക് ആ രണ്ട് ചെറുപ്പക്കാർ കയറിയതും ഗൂഷിങ്ങിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത തെളിയുകയാണ്. അടുത്ത നിമിഷം ആ കൈ ചെറുതായിട്ടൊന്ന് വീശിയതും ആ രണ്ട് ബോഡിയും ചിതറി മാംസകഷ്ണങ്ങൾ ടിയാൻസിയുടെ പുറത്തേക്ക് വീണു. എന്ത് ആയുധമാണ് അവിടെ ഗൂഷിങ് ഉപയോഗിച്ചതെന്ന് സീസർക്കോ സൂക്കിനോ മനസ്സിലായിട്ടില്ല. 8 മൈറ്റി ലെവലുകാരുടെ പവർ സ്വന്തം ബോഡിയിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഗൂഷിങ്ങിന് ആ പവർ കയ്യിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടായത്. അയാളുടെ ആ കൈ ഒന്ന് അനങ്ങിയതും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം അവരവിടെ കണ്ടിരുന്നു. ആ പ്രകാശമാണ് ആ രണ്ട് ബോഡികളിൽ ടച്ച് ചെയ്തത്. ആ രണ്ട് യങ്സ്റ്റേഴ്സിനും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവരുടെ ബോഡി നുറുങ്ങിപ്പോവുകയായിരുന്നു. തന്റെ പുറത്തേക്ക് വീണ രക്തവും മാംസകഷ്ണങ്ങളും ടിയാൻസി ഒന്ന് നോക്കി. ടിയാൻസി ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നിന്റെ ചെയ്തികളുടെ ഫലം നീ അനുഭവിച്ചു തന്നെ തീരണം. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആർക്കുമാവില്ല. ടിയാൻസി, നാവടക്ക്. ഞാൻ വീണ്ടും നിന്നോട് പറയുകയാണ്, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് ഇനിയും ജീവിച്ചിരിക്കാം. ഗൂഷിങ്, ഞാൻ എന്റെ മരണത്തെ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഞാൻ നിന്നെ അനുസരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഗൂഷിങ്ങിനോട് അങ്ങനെ ടിയാൻസി സംസാരിക്കുമ്പോൾ ടിയാൻസിയുടെ ആ സംഭാഷണം തീരെ പിടിക്കാത്ത ഗൂഷിങ് കൈ ഒന്ന് ഉയർത്തി ഒരു ഒറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ശരിക്കും ഗൂഷിങ് ആ നിമിഷത്ത് കൈ ഉയർത്തിയത്. ആ കൈ ഒന്ന് താണതും അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റർ ടിയാൻസി വെറും ഓർമ്മകളായി അങ്ങ് മാറിയെന്ന് പറയാം, അല്ലെങ്കിൽ ചിതറുകയായിരുന്നു. എത്രയോ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള മാസ്റ്റർ ടിയാൻസി എന്ന അതുല്യനായ ആ പ്രവാചകൻ ഗൂഷിങ്ങിന്റെ കൈകളാൽ നിർദ്ദയം കൊല്ലപ്പെടുകയാണ്. സീസർ ശരിക്കും സ്തംഭിച്ചു പോയെന്ന് പറയാം. ഈ ശൈലിയിൽ കൊല്ലപ്പെടേണ്ട ഒരു കഥാപാത്രമേ അല്ല ഈ മാസ്റ്റർ ടിയാൻസി. മാസ്റ്റർ ടിയാൻസിയോട് ഭൂമിയിൽ ഒരാൾക്കും ദേഷ്യമുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ഗൂഷിങ് തികച്ചും മനുഷ്യനല്ലാതായി മാറിയിരിക്കുകയാണ്. അവൻ ഒരു മൃഗമായി മാറിയെന്ന് പറയാം. സ്തംഭിച്ചു നിൽക്കുന്ന സീസറയും സ്യൂക്കിനും നോക്കിയിട്ട് ഗൂഷിങ് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് പോകുന്ന ഗൂഷിങ്ങിനെ ഒന്ന് നോക്കിയിട്ട് സ്യൂക്കിനൻ സീസറിനെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ആ ടീം അധികം സമയം കഴിയുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മടങ്ങിയെത്തിയ ഗൂഷിങ് ആ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.
അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. മാസ്റ്റർ ചിയാൻസി വഴി മാർക്ക് ഫെല്ലറിലേക്ക് എത്താൻ കഴിയുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പായിരുന്നു. ആ ഉറപ്പാണ് നഷ്ടമായിരിക്കുന്നത്. ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഗൂഷിങ് സീസറേയും സൂക്കിനെ വിളിച്ചു. ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഗൂഷിങ് പെട്ടെന്ന് സൂക്കിനെയും സീസറേയും നോക്കി. അതിനുശേഷം അവരോട് പറഞ്ഞു, വാ. ഗൂഷിങ് എന്തോ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. ആ കാര്യം പുറത്തേക്ക് നടക്കുന്ന ഗൂഷിങ്ങിനെ വീക്ഷിക്കുന്ന സീസർക്ക് മനസ്സിലായി. സൂക്കുരൻ ഇപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല. ഗൂഷിങ് എവിടേക്ക് വിളിക്കുന്നു അവിടേക്കൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് സൂക്കുരൻ. പുറത്തേക്കിറങ്ങിയ ഗൂഷിങ്ങിനെ ഫോളോ ചെയ്ത് സീസർ എത്തുന്നത് ഒരു മാർക്കറ്റിലാണ്. ഗൂഷിങ് ശരിക്കും ആകാശത്തോടെ പറക്കുന്ന അതേ വേഗതയിലാണ് അവിടേക്ക് എത്തിയത്. മൈറ്റി ലെവലിലെ ഗൂഷിങ്ങിന് ദൂരം താണ്ടുക എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമാണ്. ആ മാർക്കറ്റിലെത്തിയ ഗൂഷിങ് സീസറെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു താണ്ഡവം തന്നെ അവിടെ നടത്തി എന്ന് പറയാം. ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ ഏത് തരക്കാരാണെന്നോ ആരാണെന്നോ എന്തിനാണ് അവിടെ എത്തിയെന്നോ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ ഗൂഷിങ് ആ മാർക്കറ്റ് തകർത്ത് തരിപ്പണമാക്കി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. അവിടെ ഒരു നരനായാട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. പെട്ടെന്നാണ് ആ വാർത്ത പരക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഗൂഷിങ് മാർക്കറ്റിലെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്നു എന്നുള്ള വാർത്ത വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് ഗോഡ് ഓഫ് വാർ ലാരി ഹോംസും കേട്ടത്. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ആധുനിക ആയുധങ്ങൾക്കൊന്നും ഗൂഷിങ്ങിനെ തൊടാൻ പറ്റില്ല. അവൻ മൈറ്റി ലെവലുകാരനാണെങ്കിലും മൈറ്റി ലെവലിലെ 8 ആളുകളുടെ ശക്തിയാണ് അവന്റെ ബോഡിയിലുള്ളത്. അവനെ തൊടാൻ ഒരു കുഞ്ഞിനും പറ്റില്ല. ഒരു മാർക്കറ്റ് തല്ലി തകർത്ത ഗൂഷിങ് റോഡിലോട്ട് ഇറങ്ങി റോഡിൽ കാണുന്ന സകലതും തല്ലി തകർക്കുകയാണ്. ഗൂഷിങ് ഇങ്ങനെ ചെയ്യുന്ന കണ്ടതും സീസർ ഗൂഷിങ്ങിനോട് ചോദിച്ചു, മാസ്റ്റർ എന്തായി ചെയ്യുന്നത്? ഏയ് സീസർ, മാർക്ക് എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ പുറത്തിറങ്ങും. ഗൂഷിങ് നടത്താൻ പോകുന്ന നരനായാട്ട് അത്ര ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് ഗൂഷിങ്ങിന് പൂർണ്ണ ഉറപ്പാണ്. ഗൂഷിങ്ങിന്റെ ഈ നരനായാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വാർത്തകൾ സൃഷ്ടിക്കും. ആ വാർത്ത കറങ്ങിത്തിരിഞ്ഞ് മാർക്ക് ഫെല്ലറുടെ കാതിലും എത്തും. അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ കാരണം നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അവൻ സ്വാഭാവികമായും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. ആ നിമിഷത്തിൽ അവനെ ഇല്ലാതാക്കാം. അതാണ് ഗൂഷിങ്ങിന്റെ ടാർഗറ്റ്. ഗൂഷിങ് ഈ ശൈലിയിൽ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ആ ധ്യാനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമായി ആ രക്തം ഇപ്പോഴും ഉണ്ട്. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ രക്തം അബ്സോർവ് ചെയ്യുന്ന പ്രക്രിയ നിർത്തുന്ന കണ്ടതും യാൻ യോങ്ഫു മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, മാർക്ക് എന്താ നിർത്തിയത്? യാൻ, എനിക്കെന്തോ അസ്വസ്ഥത തോന്നുന്നു. അസ്വസ്ഥതയോ? അതെ, എന്തോ ഒരു അസ്വസ്ഥത, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പൊ ഈ ബാക്കി രക്തം അത് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. മാർക്കിന്റെ പുറത്ത് അപ്പോഴും രക്തം പറ്റി നിൽപ്പുണ്ട്. ആ രക്തം കൂടി തട്ടി ബാത്ത് ടബിലേക്ക് ഇട്ട് മാർക്ക് ഫെല്ലർ ബാക്കിയുള്ള എൻ്റെ രക്തവും ജാറിനകത്തേക്ക് മാറ്റി. ആ ജാറ് മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് മാറ്റിവെച്ചു. മാർക്ക് ഫെല്ലർ ഡ്രസ്സ് ചെയ്ത് അവിടുന്ന് യാങ് യൗഫിനൊപ്പം നടന്ന് പ്രധാന ഹാളിലേക്ക് വന്നു. പ്രധാന ഹാളിലേക്ക് മാർക്ക് എത്തുമ്പോൾ മാർക്കിനോടായി യാങ് യൗഫി ചോദിച്ചു, മാർക്ക്, ശക്തി എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? യാങ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മാർക്കിനെ കാണുമ്പോൾ ശരിക്കും പവർഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. മാർക്കിന്റെ ലെവല് മാറിയിട്ടില്ലെങ്കിലും ശക്തി കൂടിയെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ യാങ് യോങ്ഫു പറഞ്ഞതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഇന്ത്യൻ എനർജി പതുക്കെ റിലീസ് ചെയ്തു. ശരിക്കും മാർക്കിന്റെ ഓറ അതിശക്തമായി ചുറ്റും അങ്ങനെ പ്രസരിച്ചു തുടങ്ങിയതും യാങ് യോങ്ഫുവിന് പോലും വല്ലാത്തൊരു പ്രഷർ അനുഭവപ്പെടുകയാണ്. യോങ്ഫു ആ പ്രഷർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തറയിലേക്ക് വീണു. തറയിൽ വീണ് കിടക്കുന്ന യോങ്ഫു ചുറ്റും നോക്കുമ്പോൾ അയാൾ സൃഷ്ടിച്ച ആ മിസ്റ്റിക് വേൾഡ് ആകെ വിറയ്ക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ആ ഊർജത്തെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി തന്റെ മിസ്റ്റിക് വേൾഡിന് ഇല്ല എന്ന് അമ്പരപ്പോടെയാണ് യാൻ യോങ്ഫു മനസ്സിലാക്കുന്നത്. യാങ്ഫു ഞെട്ടലോടെ മാർക്ക് ഫെല്ലറിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ആ എനർജി പിൻവലിച്ചു. മാർക്ക്, ശരിക്കും നീ ഇപ്പോൾ ശക്തനായി. തറയുന്ന എണീറ്റ യാങ് യോങ്ഫു അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ യാൻ യോങ്ഫുയോട് ചോദിച്ചു, യാൻ, സത്യസന്ധമായ ഒരു ഉത്തരം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാനും ഗൂഷിങ്ങും തമ്മിൽ ഇപ്പൊ ഏറ്റുമുട്ടിയാൽ ആരാ വിജയിക്കുക? മാർക്ക് ഫെല്ലറുടേത് വളരെ വളരെ നിർണായകമായ ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതും യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ശക്തനായിട്ടുണ്ട്. എമിലിയുടെ ബ്ലഡും നിന്റെ ബ്ലഡും തമ്മിൽ കൂടിക്കലർന്നാൽ അത് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നീയും എമിലിയും തമ്മിലുള്ള വിവാഹം കഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കാതിരുന്നത്. നിങ്ങൾ രണ്ടുപേരെയും 2 ഏരിയയിലേക്ക് മാറ്റിയതും അതുകൊണ്ടാണ് ഞാൻ നിന്റെ ബോഡിയിൽ എമിലിയുടെ രക്തം
കയറുന്ന കാണാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ അറിഞ്ഞ കാര്യം ശരിയാണോ എന്ന് അറിയാനാണ് ഞാനത് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ ധാരണ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും നിന്റെ ചോദ്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിഷയമുണ്ട്. ഗൂഷിങ് ഞങ്ങളുടെ 8 പേരുടെയും ശക്തിയാണ് കൈയാളുന്നത്. 8 മൈറ്റി ലെവൽ ആളുകളുടെ ശക്തിയാണ്. ആ 8 ആളുകളുടെ ശക്തിക്കൊപ്പം നിന്റെ ഈ ശക്തി എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. യാൻ യോങ്ഫു അയാൾ മനസ്സിലാക്കിയ കാര്യം അതുപോലെ തന്നെ മാർക്ക് ഫില്ലറുമായി പങ്കുവച്ചു. മാർക്കിന്റെ ശക്തിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ മാർക്കിനും യാൻ യോങ്ഫുവിനും ഒരു സംശയവുമില്ല. പക്ഷെ ആ ശക്തി ഗൂഷിങ്ങിന്റെ ശക്തിക്കൊപ്പം എത്തില്ല എന്നാണ് യാൻ യോങ്ഫു പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് യാൻ യോങ്ഫുവിനോട് ചോദിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ലെറ്റർ ഫോർമുലയിലെ 5th ലെവൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അത് കേട്ടതും യാൻ യോങ്ഫു തൊഴുതുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വേണ്ട, അത് സ്വാഭാവികമായിട്ടും നിന്റെ ശക്തിയെ 10 മടങ്ങെങ്കിലും അപ്പുറത്തെത്തിക്കും. അത് താങ്ങാൻ ഈ മിസ്റ്റിക് വേർഡിന് പറ്റില്ല. യാൻ എന്ന് പറഞ്ഞാൽ ആ ശക്തിയിൽ എനിക്ക് ഗൂഷിങ്ങിനെ നേരിടാൻ പറ്റുമെന്നല്ലേ? മാർക്ക്, എന്താ സംശയം? ഇപ്പോൾ തന്നെ നീ ഗൂഷിങ്ങിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുമ്പോൾ പിന്നെ ഗൂഷിങ് എന്നും ഒരു വിഷയമല്ല. അങ്ങനെ യാൻ യോങ്ഫു പറഞ്ഞതും മാർക്ക് ഫെല്ലർ യാനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിലേക്ക് നീങ്ങണം. മാർക്ക്, ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിലേക്കോ? അതെന്താ? എൻ്റെ ആളുകൾക്ക് അവിടെയുണ്ട്. എനിക്കറിയാം ഗൂഷിങ്ങിനെ. അവൻ അവസാനം ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൽ തന്നെ എത്തുമെന്നു. ഞാൻ അവിടേക്ക് ചെന്നില്ലെങ്കിൽ ഗൂഷിങ് ചിലപ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കും. യാൻ യോങ്ഫുവിനോട് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞിട്ട് ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങി ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിലേക്ക് തിരിച്ചു. ഈ സമയത്ത് അനവധി തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ട ഗൂഷിങ് ഒരു തെരുവിലെത്തിയതും സീസറോട് പറഞ്ഞു, സീസർ, ഇവിടെയുള്ള ആളുകളെ ഞാൻ കൊല്ലുന്നില്ല. അത് കേട്ടതും സീസർക്ക് ഒത്തിരി സന്തോഷമായി. മാസ്റ്റർ, അതെന്തായാലും നന്നായി. ഞാൻ പറഞ്ഞതല്ലേ അങ്ങേ ചെയ്യുന്നൊന്നും ശരിയല്ല. അത് കേട്ടതും ഗൂഷിങ് സീസറോട് പറഞ്ഞു, സീസർ, ഞാൻ കൊല്ലുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം അവരെ വേറെ ആരും കൊല്ലില്ല എന്നല്ല. മാസ്റ്റർ, അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ സീസർ, ഈ ആളുകളെ നീ കൊല്ലാൻ പോവുകയാണ്. മാസ്റ്റർ, ഞാൻ കൊല്ലത്തില്ല. സീസർ, ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ്. മാസ്റ്റർ എന്തു പറഞ്ഞാലും ഞാൻ ഈ നിരപരാധികളെ കൊല്ലില്ല. ഒരു വൻ മാർക്കറ്റിലേക്കാണ് ഗൂഷിങ്ങും സ്യൂക്കിനും സ്റ്റാർ സീസറും കൂടി എത്തിയിരിക്കുന്നത്. ആ മാർക്കറ്റിൽ ഒരുപാട് നിരപരാധികളുണ്ട്. ആ നിരപരാധികൾ മുഴുവൻ സീസർ കൊന്നൊടുക്കണം. അതാണ് ഗൂഷിങ്ങിന്റെ ആവശ്യം. ഗൂഷിങ്ങിന്റെ ആവശ്യത്തോട് പറ്റില്ല എന്ന് സീസർ തീർത്തു പറഞ്ഞതും ഗൂഷിങ് സീസറോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അങ്കിളാണ്. ഞാൻ നിങ്ങളെ അങ്കിൾ സീസർ എന്നാ വിളിക്കുക. നിങ്ങൾക്കതറിയാം. അങ്കിൾ, ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും. ഗൂഷിങ്, നീ എന്നെ കൊന്നാലും ഞാൻ ഈ കാര്യം ചെയ്യത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ ഒരുപാട് കാലം ജീവിച്ച ആളാണ്. ഇനി ജീവിച്ചിരിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. ഒരു തെറ്റായ പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല. വില്യം ബ്ലേക്ക് എന്ന ആ സ്റ്റാർ സീസർ അങ്ങനെ പറഞ്ഞതും ഗൂഷിങ് വില്യം ബ്ലേക്ക് എന്ന സ്റ്റാർ സീസറോട് പറഞ്ഞു, എന്നാ പിന്നെ എനിക്ക് അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഗൂഷിങ് പറഞ്ഞിട്ട് കൈ ഉയർത്താൻ പോയതും സീസർ അയാളുടെ 2 കൈ ഉയർത്തി. അയാളുടെ 2 കൈയും അയാൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ 2 കൈകളിലെയും വിരലുകളിൽ നിന്ന് പ്രകാശം ആകാശത്തെ കുതിച്ചുയർന്നു. ആ പ്രകാശത്തിന്റെ എൻഡിൽ നമുക്കിപ്പോൾ കാണാം നക്ഷത്രങ്ങളെ. നക്ഷത്രങ്ങൾ അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് സീസറെ സ്റ്റാർ സീസർ എന്ന് വിളിക്കുക. വില്യം ബ്ലേക്ക് ആ നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു പ്രത്യേക സ്പെല്ലാണത്. ആ നക്ഷത്രങ്ങൾ സീസറുടെ കയ്യിലേക്ക് വന്നതും സീസർ ഗൂഷിങ്ങിന് തെരുതിരിഞ്ഞു. ഗൂഷിങ്, നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് സീസർ ഗൂഷിങ്ങിനെതിരെ അതിശക്തമായി ആ 2 കൈയും ചലിപ്പിച്ചതും ഗൂഷിങ് ഒന്ന് ചിരിച്ചു. ഈ സ്റ്റാർ വെച്ചിട്ടാണോ എന്നെ ആക്രമിക്കുന്നത്? അങ്ങനെ പറഞ്ഞ ഗൂഷിങ് അയാളുടെ കൈ ഒന്ന് നിവർത്തിയതേ ഉള്ളൂ. പെട്ടെന്ന് ആ കൈക്ക് ചുറ്റും ഒരു പ്രകാശം ഉണ്ടായി. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം. ആ പ്രകാശം ആ കൈക്ക് ചുറ്റും ഉണ്ടായതും ഗൂഷിങ് കൈ മുകളിലേക്ക് ഉയർത്തി ഒന്ന് താഴ്ത്തി. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ 10 സ്റ്റാറുകളുടെയും മുകളിലേക്ക് ആ പ്രകാശം ഓട്ടോമാറ്റിക്കായിട്ട് പതിക്കുകയാണ്. ഒരു വൻ സ്ഫോടനമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. ആ സ്ഫോടനത്തിനെങ്കിൽ സാക്ഷാൽ സ്റ്റാർ സീസർ തറയിൽ നിശ്ചലനായി കിടക്കുന്ന കാണാം. സ്റ്റാർ സീസറെ ഒറ്റയടിക്ക് ഗൂഷിങ് കൊന്നിരിക്കുകയാണ്. തറയിൽ നിശ്ചലനായി കിടക്കുന്ന സ്റ്റാർ സീസറെ ഒന്ന് നോക്കിയിട്ട് ഗൂഷിങ് സ്യൂക്കിനോട് പറഞ്ഞു, സ്യൂക്കിനൻ ആ ബോഡി എടുക്ക്. കേൾക്കേണ്ട താമസം സ്യൂക്കിനൻ സീസറുടെ ബോഡി തൂക്കിയെടുത്തു. ഈ സമയത്ത് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനിൽ ഷാങ്മാൻ ദേഷ്യത്തോടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുകയാണ്. നോക്ക്, ഞാൻ ഇനിയും ഇങ്ങനെ ഇവിടെ നിന്നാൽ അത് ശരിയാകില്ല. മാർക്കിനെ രക്ഷിക്കാൻ
എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചാങ് മാങ് അങ്ങനെ പറഞ്ഞതും യാവോ ചാങ്ങിനോട് പറഞ്ഞു, ചാങ്, നിന്നോട് ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ ഗൂഷിങ് അതിശക്തനാണ്, അയാളെ നേരിടാൻ നിനക്ക് പറ്റില്ല. യാവോ, നീ എന്നെ തടുക്കരുത്. നിന്നോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. ആ ബഹുമാനം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, എനിക്ക് മാർക്കിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനിടയിൽ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിലും എനിക്കൊരു വിരോധവുമില്ല. ചാങ് മാങ് അങ്ങനെ പറയുമ്പോൾ ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലുള്ള അവന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അത് വ്യക്തമാണ്. ചാങ് മാങ്ങിനെ തടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവൻ ചെയ്യാൻ പോകുന്നത് അവന്റെ യുക്തിയിൽ നിന്നാണ്. കോങ് യാനിക്കും ഷുവാങ് ടെങ്ങും യുവാൻ ഷോയും എല്ലാവരും അവിടെ ഉണ്ട്. ചു സഹോദരന്മാർ രണ്ടുപേരുമുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഗൂഷിങ്ങിനെ തടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഗൂഷിങ്ങിനെതിരെ അവരൊന്നും ചെയ്യാത്തത് അവർക്ക് അതിന്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ചാങ് മാങ് വളരെ വ്യക്തമായി ആ കാര്യം അവർ ബോധ്യപ്പെടുത്തുകയാണ്. മാർക്കിനെ രക്ഷിക്കാൻ ഒരു ശ്രമം അയാൾ നടത്തിയില്ലെങ്കിലും ഗൂഷിങ് അവരെ തിരക്കി വരും. ചാങ് മാങ് അവരോട് പറഞ്ഞു, ഞാൻ ഗൂഷിങ്ങിനെ തിരക്കി ചെന്നില്ലെങ്കിലും ഗൂഷിങ് നമ്മളെ തിരക്കി വരും. അവന് ഇവിടെ എത്തി നമ്മളെ ഒന്നടങ്കം കൊന്നൊടുക്കുന്നവരെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചാങ് മാങ് ചോദിക്കുമ്പോഴാണ് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിയന്റെ ആ പൗലി മാസ്റ്റർ അവിടേക്ക് മടങ്ങിയെത്തിയത്. പൗലി മാസ്റ്റർ കണ്ടതും എല്ലാവരും പൗലി മാസ്റ്റർ അങ്ങ് വളഞ്ഞു. പൗലി മാസ്റ്റർ, ഗാർഡിയനെ കിട്ടിയോ? ഇല്ല. ഒറ്റ വാക്കിൽ തന്നെ പൗലി മാസ്റ്റർ ഉത്തരം പറഞ്ഞു. ഗാർഡിയൻ ഉണ്ടാകുമെന്ന് അവർക്ക് സംശയം തോന്നിയ എല്ലാ മേഖലകളിലും അവര് ഗാർഡിയന് വേണ്ടി ഒന്ന് അലഞ്ഞു എന്ന് പറയാം. അവിടെ ഒന്നും ഗാർഡിയൻ ഇല്ല. ഗാർഡിയന്റെ സഹായമില്ലാതെ ഗൂഷിങ്ങിനെ തടയാൻ പറ്റില്ല. ആ കാര്യവും പൗലി മാസ്റ്റർക്ക് അറിയാം. പൗലി മാസ്റ്റർ അവരുടെ നിസ്സഹായ അവസ്ഥ ആ ടീമംഗങ്ങളോട് ബോധ്യപ്പെടുത്തിയതും ചാങ് മാങ് എല്ലാവരോടും പറഞ്ഞു, നോക്ക്, ഇതെന്ത് ഗാർഡിയനായത്? ഗാർഡിയൻ ഈ ഭൂമി രക്ഷിക്കേണ്ട ആളല്ലേ? അയാള് ഏതോ മാളത്തേക്ക് ഒളിച്ചിരിക്കുകയാണ്. ചാങ് മാങ് അങ്ങനെ ഗാർഡിയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിയനിലെ ആ പൗലിയൻ മാസ്റ്റർ യുവാനയുടെ മുഖം ഒന്ന് ഇരുണ്ടു. ഗാർഡിയനെ അങ്ങനെ ആരും കുറ്റപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അവരുടെ മുഖം ഒന്ന് ഇരുണ്ടു വരുമ്പോഴാണ് ശരിക്കും മുഴക്കമുള്ള ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. ഹലോ! ആ ഹലോ വിളി കേട്ട് എല്ലാവരും പുറത്തെ സ്ക്വയറിലേക്ക് നോക്കുമ്പോൾ അവിടേക്ക് കടന്നു വരികയാണ് സാക്ഷാൽ ഗൂഷിങ്. ഗൂഷിങ്ങിനൊപ്പം ഒരു ലേഡിയുണ്ട്. ആ ലേഡിയെ ആ കൂട്ടത്തിലുള്ള ആളുകൾ ഇതിനു മുമ്പ് ഒരു തവണ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ മാർക്കിനെ അറ്റാക്ക് ചെയ്യാനായി ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് വന്ന ആ 8 പേരിൽ ഒരാളാണ് ആ ലേഡി എന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. ഗൂഷിങ്ങിനെയും ആ ലേഡിയെയും കണ്ടതും ആ എൻ്റെ ടീമും ഞെട്ടി വിറയ്ക്കുമ്പോഴേക്കും സൂക്കരൻ എന്തോ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. നല്ല ശബ്ദത്തോടെ എന്തോ സാധനം വന്ന് വീഴുന്ന കണ്ടതും ചാങ് മാങ്ങും കൂട്ടരും സ്തംഭിച്ച് നിൽക്കുമ്പോൾ പൗലി മാസ്റ്റർ ആ വന്ന് വീണ സാധനത്തിനടുത്തേക്ക് ഓടിയെത്തി അവർ ഉറക്കെ വിളിക്കുകയാണ്, സീസർ, സീസർ, സീസർ എന്ന് പൗലി മാസ്റ്റർ വിളിക്കുമ്പോൾ ചാങ് മാങ്ങും കൂട്ടരും കൂടി അങ്ങോട്ടേക്ക് ഓടി. ആ എൻ്റെ ടീമും ഓടി സ്റ്റാർ സീസറുടെ ബോഡിക്ക് അടുത്തെത്തി. സീസർ നിശ്ചലനായി കിടക്കുകയാണ്. പൗലി മാസ്റ്റർ അവരുടെ വലത് കൈവഴി സ്പിരിച്വൽ എനർജി അതിശക്തമായി സീസറുടെ പുറത്തേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ചാങ് മാങ്ങും കൂടുതൽ ആളുകളൊക്കെ അത് ആവർത്തിച്ചു. എല്ലാവരും അവരുടെ സ്പിരിച്വൽ എനർജി കയറ്റി സീസറെ ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് തുടങ്ങിയത്. പക്ഷേ ആ ശ്രമം ഏതാനും സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പൗലി മാസ്റ്റർ എല്ലാവരോടായി പറഞ്ഞു, സീസർ മരിച്ചു. സീസറുടേത് വെറും ഒരു ഡെഡ് ബോഡി മാത്രമാണ്. അയാളുടെ ആ ബോഡിയിൽ ജീവന്റെ ഒരു അംശമെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പിടിക്കാൻ ആ ടീം ഒരു പരിശ്രമം നടത്തിയനെ. പക്ഷേ സീസർ മരിച്ചിട്ട് ഒരുപാട് നേരമായെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിൽ ആ ബോഡി തണുത്തിട്ടുണ്ട്. സീസറുടെ ബോഡിയിൽ ഒരു തരത്തിലുമുള്ള ജീവന്റെ അംശം ഇല്ലാന്ന് മനസ്സിലാക്കിയതും ദേഷ്യം കൊണ്ട് വിറച്ച ചാങ് മാങ്ങിന്റെ ബോഡിക്ക് ചുറ്റുമായി ചുവപ്പ് നിറത്തിൽ ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം ചാങ് മാങ്ങിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ചാങ് മാങ് ഏതാണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ചാങ് മാങ് തറയിലൊന്ന് ആഞ്ഞു ചവിട്ടിയിട്ട് ഒരൊറ്റ ജമ്പ്. അയാൾ ഗൂഷിങ്ങിന്റെ മുന്നിലേക്കാണ് ചാടി നിന്നത്. ഗൂഷിങ്ങിന്റെ മുന്നിലേക്ക് ചാങ് മാങ് ചാടി നിൽക്കുമ്പോൾ ഗൂഷിങ് ഒന്ന് ചിരിച്ചു. ചാങ്, നീ എന്താ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോവുകയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൂഷിങ് അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തുമ്പോഴേക്കും ചാങ് മാങ് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഗൂഷിങ്ങിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഗൂഷിങ്ങിന്റെ അടുത്തെത്തിയ ചാങ് മാങ് ശക്തമായ ഒരു ഒറ്റ ഇടി. ശരിക്കും അതൊരു വല്ലാത്ത ഇടി തന്നെയാണ്. ഒന്നാമത് ദേഷ്യം കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ് ചാങ് മാങ്. ആ സമയത്ത് അവന്റെ മുഴുവൻ പവറും അവൻ ആ കയ്യിലേക്ക് കൊടുത്തു എന്ന് വ്യക്തമാണ്. ചാങ് മാങ് ഒരു മാർഷൽ സെയിന്റ് ആണ്. ഗൂഷിങ് ആണെങ്കിൽ 8 മൈറ്റ് ലെവൽ ആളുകളുടെ ശക്തിയുള്ള വ്യക്തിയുമാണ്. ആ ഗൂഷിങ്ങിനെയാണ് ചാങ് മാങ് ആഞ്ഞടിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഷിങ് ചിരിച്ചുകൊണ്ടാണ്
തിരിച്ച് ആ ഇടി തടുത്തത്. ഗൂഷിങ് ചിരിച്ചുകൊണ്ട് ആ ഇടി വലത് കൈകൊണ്ട് തടുക്കുമ്പോൾ ഒരു പ്രകാശ സ്ഫോടനം അവിടെ ഉണ്ടായെന്ന് പറയാം. ചുവന്ന പ്രകാശം ഗൂഷിങ്ങിന്റെ കയ്യിൽ തട്ടി ചിതറുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ട് ഗൂഷിങ് ഒന്ന് മാറി. ഗൂഷിങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൈ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. മൈറ്റി ലെവലിലെ 8 പേരുടെ ശക്തിയുള്ള ഗൂഷിങ്ങിന്റെ കൈ ഇടിച്ചു പൊട്ടിക്കാൻ ചാങ്മാങ്ങിന് ഇതാ പറ്റിയിരിക്കുകയാണ്. ഒരു വല്ലാത്ത അമ്പരപ്പ് ചാങ്മാങ്ങിന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ആ നിമിഷം ഉണ്ടായി. ശരിക്കും അവരൊക്കെ വാ പൊളിച്ചു പോവുകയാണ്. യാവോ മെങ്ങും കൊങ് യാനിക്കൊന്നും വേണ്ട, സകലരും അമ്പരപ്പോടെയാണ് ചാങ്മാങ്ങിനെ നോക്കുന്നത്. ചാങ്മാങ് ആണെങ്കിൽ ആ നിമിഷത്തിലും ആ ചുവന്ന പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ചാങ്മാങ് വീണ്ടും മുന്നോട്ട് കുതിച്ച് ചാങ്മാങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഗൂഷിങ് അവന്റെ കൈയിലേക്ക് സ്പിരിച്വൽ എനർജി കേന്ദ്രീകരിക്കുകയും ഒരൊറ്റ ഇടിയിടിക്കുകയും ചെയ്തു. ചാങ്മാങ്ങിന്റെ കൈ ഗൂഷിങ്ങിന്റെ പുറത്ത് കൊള്ളുന്നതിന് മുന്നേ ഗൂഷിങ്ങിന്റെ ആ പവർഫുൾ സ്പിരിച്വൽ എനർജി പഞ്ച് ചാങ്മാങ്ങിന്റെ ബോഡി പതിച്ചു. ചാങ്മാങ് ശരിക്കും ഒരു വലിയൊരു ആചാരബാഹുവാണ്. ആ ആചാരബാഹുവായി ചാങ്മാങ് ആ ഇടിയിൽ പന്ത് പോലെ ആകാശത്തൂടെ പറക്കുകയാണ്. ചാങ്മാങ് ചെന്ന് വീണത് ഒരു ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വീണ ചാങ്മാങ്ങും ബിൽഡിങ്ങും എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീണു. ഒരു വൻ ഉൽക്ക ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വന്നു വീണാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ചാങ്മാങ് അങ്ങനെ വീഴുമ്പോൾ ചാങ്മാങ്ങിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ബിൽഡിംഗ് കുമാരം വന്നടിഞ്ഞു. ആ കാഴ്ച കണ്ട ഗൂഷിങ് ഒന്ന് ചിരിച്ചു. ഇവനെ പോലെ ഒരുത്തനെ എന്നെ എതിരിടാനുള്ള ധൈര്യം ഉണ്ടായതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ആൽക്കമിസ്റ്റ് പൗലിയനിലെ പൗലിയൻ മാസ്റ്റർ, നിങ്ങൾക്കറിയാമായിരിക്കും മാർക്ക് ഫെല്ലർ എവിടെയുണ്ടെന്ന്. നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ ഞാൻ ഇന്ന് കൊല്ലും. വ്യക്തമാണ് ഗൂഷിങ്ങിന്റെ ആ ഭീഷണി. അത് കേട്ടതും പൗലി മാസ്റ്റർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, മാർക്ക് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, അഥവാ അറിഞ്ഞാലും ഞങ്ങൾ ആരും പറയത്തുമില്ല. വ്യക്തമാണ് പൗലി മാസ്റ്ററുടെ ആൻസർ. അത് കേട്ടതും ഗൂഷിങ് ചിരിച്ചു. എനിക്കറിയാം നിങ്ങളുടെ ഉത്തരം ഇത് തന്നെ ആയിരിക്കുമെന്നും. ഓക്കെ, ഇനി സംഭാഷണത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഗൂഷിങ് പറയുമ്പോഴേക്കും ചാങ്മാങ് ആ പുറത്തു വീണ മൺകൂനയ്ക്ക് ഇടിച്ചു തെറിപ്പിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട്. ചാങ്മാങ് ആ മൺകൂനയ്ക്ക് അകത്തുനിന്ന്, ആ പൊളിഞ്ഞ കെട്ടങ്ങ അകത്തുനിന്ന് ജമ്പ് ചെയ്ത് പുറത്തേക്ക് വന്നു. ഇപ്പോഴും ചാങ്ങിന്റെ പുറത്ത് ആ ചുവന്ന പ്രകാശമുണ്ട്. അതിനൊപ്പമാണ് കെട്ടിട അവശിഷ്ടങ്ങൾ ഒക്കെ പറ്റിയിരിക്കുന്നത്. ചാങ്മാങ് ഒന്ന് കുടഞ്ഞു. അവന്റെ ബോഡിയിലെ കെട്ട അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ചിതറി തെറിക്കുമ്പോൾ ചാങ്മാങ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഞാൻ ജീവിച്ചിരിക്കെ ഇവരെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ചാങ്, നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെയും അവസാനിപ്പിക്കും, ഇവരെ എല്ലാവരെയും അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും മാർക്കിന്റെ സുഹൃത്തുക്കളല്ലേ? നിങ്ങളെയൊക്കെ അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുമ്പോൾ അത് ഈ ലോകം മുഴുവൻ കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളെയൊക്കെ പരിക്കേൽപ്പിച്ച് ഞാൻ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും അങ്ങ് ജിങ്ധുവിലേക്ക്. അവിടെ ഈ ലോകം മുഴുവൻ കാണുകയെ നിങ്ങളെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കൈക്ക് ചുറ്റുമായി ഒരു പ്രകാശം ഉണ്ടായി. മൈറ്റി ലെവലിലെ ആളുകളുടെ മുഴുവൻ ഊർജവും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഗൂഷിങ്ങിന്റെ കയ്യിലെ പ്രകാശം പതുക്കെ പരക്കുമ്പോൾ ഒരു വൻ പ്രഷർ ആ എൻറ്റയർ ടീമിനും അനുഭവപ്പെട്ടു തുടങ്ങി. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിലെ പൗലിയൻ മാസ്റ്റർ യുവാനിയും ഇപ്പോൾ ഒരു മാർഷൽ സെയിന്റ് ആണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും മാർഷൽ സെയിന്റ് ആണ്. ആ മാർഷൽ സെയിന്റുകളല്ലാത്ത ആളുകളൊക്കെയും ആ ബിൽഡിങ്ങിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. ഇതേ കേസ് തന്നെയാണ് ഹെവൻലി ഗേറ്റിലും. ഹെവൻലി ഗേറ്റിലെ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഗൂഷിങ് ഒരു കൊലപാതക പരമ്പര നടത്താനായി എത്താൻ സാധ്യതയുള്ള 2 സ്ഥലങ്ങളിൽ ഒന്ന് ഹെവൻലി ഗേറ്റും മറ്റൊന്ന് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനുമാണ്. അത് മാർക്കുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. മാർഷൽ സെയിന്റുകളായ ജിങ്ദു മേഖലയിലെ ന്യൂ സ്ഥലത്തിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലുള്ളത്. അവരെയാണ് ഗൂഷിങ്ങിന്റെ ആ പ്രഷർ ശരിക്കും തളർത്തുന്നത്. അതിശക്തമായ ഒരു പ്രഷർ അവർക്ക് മുകളിൽ അനുഭവപ്പെട്ടതും ചാങ്മാങ് മുന്നോട്ട് കുതിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. മുന്നോട്ട് കുതിക്കാനായി ചാങ്മാങ് ശ്രമിച്ചപ്പോൾ തന്നെ ഗൂഷിങ് കൈ ഒന്ന് ആഞ്ഞു വീശി. അതിശക്തമായ ഒരു പ്രകാശം ചാങ്മാങ്ങിന് നേരെ പാഞ്ഞു വന്നതാണ്. ചാങ്മാങ്ങിന്റെ ബോഡിയിൽ ആ പ്രകാശം ഇടിക്കുമെന്ന ഘട്ടം എത്തിയതും ആ പ്രകാശത്തെ ഒരു ഗോൾഡൻ പ്രകാശം തടുത്തു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒരു ഗോൾഡൻ പ്രകാശം ഗൂഷിങ്ങിന്റെ ആ എനർജി ബീമിനെ ഒന്ന് തടുത്തതാണ്. ആ കണ്ണഞ്ചിക്കുന്ന പ്രകാശം പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്തപ്പോൾ സകലരും ആ കാഴ്ച കണ്ടു. ചാങ്മാങ്ങിന്റെ തൊട്ടു മുന്നിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ.
ഷാങ്മാങ്ങിന്റെ മുന്നിലായി മാർക്ക് ഫെല്ലറെ കണ്ടതും പൗലിൻ മാസ്റ്റർക്കും കൂടുതൽ ആളുകൾക്കും ഒരുപാട് സന്തോഷം. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഗൂഷിങ് 8 മൈറ്റി ലെവൽ ആളുകളുടെ കപ്പാസിറ്റി ഉള്ള ആളാണ്. മാർക്കാണെങ്കിൽ ഒരു മിഡിൽ ലെവൽ മാർഷൽ സെയിന്റ് മാത്രമാണ്. ആ മിഡിൽ ലെവൽ മാർഷൽ സെയിന്റ് ആയ മാർക്കിന് ഒരു തുടക്കക്കാരനായ മൈറ്റി ലെവലുകാരനെ കൊല്ലാനുള്ള കപ്പാസിറ്റി കൊണ്ട്, പക്ഷെ 8 ആളുകളുടെ ശക്തിയുള്ള ഗൂഷിങ്ങിനെ നേരിടാൻ പറ്റുമോ എന്നുള്ള സംശയം ഇപ്പോഴും ആർക്കുണ്ട്. എന്നാലും മാർക്കും കൂടി വന്നപ്പോൾ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ടായി. ഒരു ലീഡർ ഇതാ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് ലീഡറെ കിട്ടുമ്പോൾ ഏത് ടീമും ആവേശഭരിതരാകുമല്ലോ. ആ ആവേശം യാവോയിലും ചാങ്ങിലും പൗലിൻ മാസ്റ്ററിലും എന്നോട് സകലരിലും ദൃശ്യമാണ്. എന്നാൽ ഇതേ സമയത്ത് മറുഭാഗത്ത് ഗൂഷിങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തിയ നരനായാട്ടിന് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: മാർക്ക് ഫെല്ലറെ പിടികൂടുക. മാർക്ക് ഫെല്ലറെ പിടികൂടാനായി അവൻ നടത്തിയ നരനായാട്ടുകൾക്ക് ഇതാ ഫലമുണ്ടായിരിക്കുകയാണ്. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനെ തൊട്ടാൽ മാർക്ക് എത്തുമെന്ന് ഒരു ധാരണ തോന്നിയപ്പോഴാണ് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനിലേക്ക് ഗൂഷിങ് പറന്നെത്തിയത്. ഗൂഷിങ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാമായിരുന്നു നീ എത്തുമെന്ന്. അങ്ങനെ ഗൂഷിങ് പറയുമ്പോഴാണ് മാർക്ക് ഫെല്ലറുടെ കണ്ണുകൾ താഴെ തറയിൽ കിടക്കുന്ന സീസറിൽ പതിഞ്ഞത്. മാർക്ക് പെട്ടെന്ന് മുന്നോട്ടോടി സീസറുടെ അടുത്തെത്തി. സീസറുടെ അടുത്തെത്തിയ മാർക്ക് തന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി സീസറുടെ ബോഡിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചതും പൗലിൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സീസർ മരിച്ചു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൻ മാസ്റ്ററാണ് ആ വാചകം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് ആ വാചകത്തിന്റെ അർത്ഥമെന്ന് മാർക്കിന് അപ്പോൾ തന്നെ മനസ്സിലായി. മാർക്ക് വളരെ സങ്കടത്തോടെ സീസറെ നോക്കി. എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്ന് മാത്രം കരുതിയിരുന്ന വ്യക്തിയാണ് സീസർ. ആ സീസർ തിന്മ ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിൽക്കാൻ നിർബന്ധിതനായി പോയ ഒരു കാലഘട്ടം അയക്കുണ്ടായിരുന്നു. അപ്പോഴും നന്മകൾ ചെയ്യാൻ ശ്രമിച്ചിരുന്ന വ്യക്തി അതാണ് സീസർ. ആ സീസറാണ് ഇപ്പോൾ നിശ്ചലനായി അവിടെ അങ്ങനെ കിടക്കുന്നത്. മാർക്ക് ഫെല്ലർ സീസറെ നോക്കിയിട്ട് ഗൂഷിങ്ങിന് നേരെ തിരിഞ്ഞു. ഏയ് ഗൂഷിങ്, സീസർ നിന്റെ അങ്കിളല്ലേ? എന്നിട്ടും നീ സീസറെ കൊന്നുവല്ലേ? മാർക്ക്, അങ്കിളാണെങ്കിലും അച്ഛനാണെങ്കിലും വിവേകം ഉണ്ടാകണം. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ കൊല്ലേണ്ടി വരും. അത് കേട്ടതും മാർക്ക് വല്ലാത്ത ദേഷ്യത്തോടെ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നിനക്ക് ഇതിൻ്റെ ശിക്ഷ ഞാൻ വിധിക്കുകയാണ്. ആ ശിക്ഷ നിന്റെ മരണമാണ്. അത് കേട്ടതും ഗൂഷിങ് ഉറക്കെ ഒരൊറ്റ ചിരി. മാർക്ക്, നീ എന്നെ കൊല്ലുവന്നോ? കൊള്ളാം, എനിക്ക് ഇഷ്ടമായി നിന്റെ ഡയലോഗ്. ശരി, എനിക്ക് ഒരു കൗതുകമുണ്ട്. മാർക്ക്, നിന്റെ ഫിസിക്കൽ ബോഡി വളരെ സ്ട്രോങ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എനിക്കും അറിയാം അത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കൗതുകം, നിന്റെ ഫിസിക്കൽ ബോഡിയോട് ഒന്ന് ഏറ്റുമുട്ടാൻ. അങ്ങനെ പറഞ്ഞ ഗൂഷിങ് മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്കും മുന്നോട്ട് കുതിച്ചു. സംഭാഷണങ്ങൾക്കൊന്നും അധികം പ്രസക്തിയില്ലാത്ത ഒരു ടൈമാണല്ലോ. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലറുടെ വലം കൈയും ഗൂഷിങ്ങിന്റെ വലം കൈയും തമ്മിൽ അതിശക്തമായി ഒന്ന് കൂട്ടിമുട്ടി. ഒരു കണ്ണഞ്ചിക്കുന്ന ഇടിയാണ്. ആ ഇടി കാതടപ്പിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാക്കി. രണ്ട് അതിശക്തമായ ഉരുക്ക് സാധനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശൈലിയിലൊരു ശബ്ദമാണ് അവിടെ ഉണ്ടായത്. അതോടൊപ്പം ഉരുക്ക് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് തീപ്പൊരി ചിതറുമല്ലോ, അതുപോലെ അവിടെ തീപ്പൊരിയും ചിതറി. രണ്ട് മഹാമേരുക്കളാണ് ഏറ്റുമുട്ടുന്നത്. ഗൂഷിങ്ങിന്റെ ആ മൈറ്റി ലെവൽ പവർ ഗൂഷിങ് മാർക്കിന് മുകളിൽ ഒന്ന് ഉപയോഗിച്ചതാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആളുകൾ ഒന്നടങ്കം ഞെട്ടുകയാണ്. അതിന്റെ കാരണം ഒത്തിരി പുറകോട്ട് തെറിച്ച ഗൂഷിങ് ആണ്. ശരിക്കും പുറകിലേക്ക് തെറിച്ച ഗൂഷിങ് ആ വീണെടുത്തുനിന്ന് എണീറ്റ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. നിന്റെ ഫിസിക്കൽ ബോഡി ശരിക്കും ശക്തം തന്നെയാണ്. പക്ഷേ എനിക്ക് മതിയായില്ല. നിന്റെ ഈ ഫിസിക്കൽ ബോഡിയോട് ഒന്നോടൊന്ന് ഏറ്റുമുട്ടണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൂഷിങ് വീണ്ടും മുന്നോട്ട് കുതിച്ചു. തന്റെ ഫിസിക്കൽ ബോഡിക്ക് പിന്നിൽ ഗൂഷിങ് ഒന്നുമല്ല എന്നറിയാവുന്ന മാർക്ക് ഫെല്ലർ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഗൂഷിങ്ങിന്റെ ആ മുന്നോട്ട് കുതിച്ചു വരുന്ന ആ വരവിനെ നോക്കിയത്. ഗൂഷിങ് മുന്നോട്ട് കുതിച്ചെത്തിയതും മാർക്ക് ഫെല്ലറും കൈ ഒന്ന് ഉയർത്തി. മുന്നോട്ട് കുതിച്ചു വരുന്ന ഗൂഷിങ്ങിന്റെ അതിശക്തമായ പഞ്ച് മാർക്കിന് നേരെ വരുമ്പോൾ മാർക്കും കൈ ഒന്ന് ഉയർത്തി. കൈ ഉയർത്തിയ മാർക്ക് ആ അവസാന നിമിഷത്തിൽ ശരിക്കും ഒന്ന് ഞെട്ടുകയാണ്. ഗൂഷിങ് ഫിസിക്കൽ ബോഡി വെച്ചിട്ടുള്ള ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞിട്ട് അതിശക്തമായി അയാളുടെ ഊർജത്തെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ച് ലൈറ്റനിങ് വേഗതയിൽ മാർക്കിനെ ഇടിക്കുകയായിരുന്നു.
മൈറ്റി ലെവലുകാരുടെ ആ അൺബിലീവബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി സെക്കൻഡിന്റെ ഒരു 100 അംശത്തിനിടയിൽ എടുത്തുപയോഗിക്കാൻ ഗൂഷിങ്ങിന് പറ്റിയതാണ്. മാർക്കിന്റെ തൊട്ടടുത്തെത്തുന്നവരെയും അയാൾ ഫിസിക്കൽ എനർജി മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾ ഇടിക്കാനായി കൈ ഉയർത്തിയ ആ നിമിഷത്തിലാണ് അയാളുടെ കയ്യിലേക്ക് ഇന്റേണൽ എനർജി കൊണ്ടുവരുന്നത്. അവന്റെ ഉള്ളിലെ ആ സ്പിരിച്വൽ എനർജി ആ കൈയിലേക്ക് വന്നതും മാർക്കിന്റെ ബോഡിയിൽ സ്പർശിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന് ചുറ്റും ഒത്തിരി കവറുണ്ട്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ സെയിൻലി ബോഡി കവറും വജ്ര കവറും അതുപോലെ ഗ്രീൻ വുഡ് കവറും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആ ഇടി മാർക്കിനെ എടുത്ത് ഉയർത്തിയെന്ന് പറയാം. ആ ഇടിയിൽ മാർക്ക് ഫെല്ലർ അങ്ങനെ പറക്കുകയാണ്. ഒത്തിരി ദൂരേക്കാണ് മാർക്ക് പറന്നത്. ശരിക്കും ദൂരേക്ക് മാർക്ക് ഫെല്ലർ തെറിച്ചു വീഴുമ്പോൾ യാവോമൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഇത് ചതിയാണ്. യാവോ, ഫൈറ്റിനിടയിൽ ചതി എന്നൊരു സംഭവമില്ല. മാർക്ക് ഫെല്ലറോട് ഫിസിക്കൽ ബോഡിയിൽ ഏറ്റുമുട്ടാമെന്ന് പറഞ്ഞിട്ട് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് മാർക്കിനെ ചതിച്ചത് ശരിയല്ല എന്ന് യാവോ പറഞ്ഞപ്പോഴാണ് ഗൂഷിങ്ങിന്റെ ആ മറുപടി ഉണ്ടാവുന്നത്. പക്ഷെ ദേഷ്യം കാണിക്കാൻ പറ്റുമെന്നല്ലാതെ യാവോയ്ക്കോ കോങ് യാനിക്കിനോ ഷുവാങ്ങിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഷുവാങ് ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. അവന്റെ കുടുംബത്തെ കൊന്നൊടുക്കിയത് ഈ ഗൂഷിങ് ആണ്. ആ ഗൂഷിങ്ങിനെ കൊല്ലാൻ വ്രതം നോറ്റിരിക്കുന്ന കക്ഷിയാണ് യഥാർത്ഥത്തിൽ ഷുവാൻടെങ്. ദൂരേക്ക് തെറിച്ചു വീണ മാർക്കിനടുത്തേക്ക് ഓടി ചെല്ലപ്പോഴേക്കും മാർക്ക് ആ വീണ സ്ഥലത്ത് നിന്ന് എണീറ്റ് കഴിഞ്ഞു. മാർക്കിന്റെ ബോഡിയിലെ ആ പൊടിയൊക്കെ തട്ടിക്കളയുമ്പോൾ ശരിക്കും ഞെട്ടിയത് സാക്ഷാൽ ഗൂഷിങ് ആണ്. മാർക്കിന്റെ ബോഡിയിൽ ഒരു തരത്തിലുമുള്ള പൊട്ടലുകളുമില്ല. മാർക്കിന്റെ ആ പുറത്തുള്ള കവറുകൾ സെയിൻലി ബോഡി ടെക്നിക്കിന്റെ കവറും അതുപോലെ വജ്ര കവറും ഗ്രീൻവുഡ് കവറും ഒക്കെ എനർജി ബാരിയറുകളാണ്, ഊർജം കൊണ്ടുള്ള കവറുകളാണ്. ആ കവറുകളാണ് തകർന്നത്. പക്ഷേ ബോഡിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു കുഞ്ഞു പോറൽ പോലും മാർക്കിന്റെ ബോഡിയിൽ ഏറ്റിട്ടില്ല. അത് കണ്ടപ്പോൾ ഗൂഷിങ്ങിന് മാത്രമല്ല മാർക്കിനൊപ്പമുള്ള മാർക്കിന്റെ സുഹൃത്തുക്കൾക്കും വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. അമ്പരപ്പോടെ അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്കിന്റെ ആ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് യെസ് ലെറ്ററിൽ നിമിഷ നേരം കൊണ്ട് ഗൂഷിങ്ങിന്റെ മുന്നിലെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഗൂഷിങ്ങിന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലർ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. മാർക്ക് ഒരൊറ്റ ഇടി. ഗൂഷിങ്ങും തിരിച്ച് സ്വാഭാവികമായിട്ടും മാർക്കിനെ പ്രതിരോധിച്ചു. രണ്ടുപേരും 4 അടി പുറകോട്ട് മാറി. രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോ ഏതാണ്ട് ഒരുപോലെയാണെന്ന് പറയാം. രണ്ടുപേരും തമ്മിൽ 5-6 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്ത് കഴിഞ്ഞതും ഗൂഷിങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ ശക്തൻ തന്നെയാണ്, ഇനി ഈ കളി ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് ഒന്ന് പുറകോട്ട് മാറി കണ്ണ് ഒന്ന് അടച്ചു തുറക്കുമ്പോൾ അവന്റെ പൂർണ്ണ ശക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ 8 മൈറ്റി ലെവൽ ആളുകളുടെ ശക്തി ഇതാ ഒരുമിച്ച് അയാൾ ഉപയോഗിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അയാൾക്ക് ചുറ്റുമുള്ള ഓറ അതിശക്തമായി അവിടെ പതുക്കെ പടർന്നു തുടങ്ങി. അതിശക്തമായ ഇന്റേണൽ എനർജി അയാളുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പ്രഷർ സകല ആളുകളിലേക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. പൗലി മാസ്റ്റർ ഉറക്കെ കൂടുതലുള്ളവർ പറഞ്ഞു, നിങ്ങൾ പിന്മാറ്. കേൾക്കേണ്ട താമസം ചാങ്മാങ് ഉൾപ്പെടെയുള്ള സകലരും പുറകോട്ട് ഓടി മാറുകയാണ്. അവരെ ഓട്ടിക്കത്തക്ക ശൈലിയിലുള്ള ശക്തമായ പ്രഷറാണ് ഗൂഷിങ്ങിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സങ്കല്പിക്കാനാവാത്ത വിധം പ്രഷർ. ആ പവർ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ബോഡിയിലും തട്ടി. മാർക്കിന്റെ ബോഡിയിൽ ആ പവർ തട്ടിയതും മാർക്ക് അണിഞ്ഞിരുന്ന ഡ്രസ്സൊക്കെ കീറി തുടങ്ങിയെന്ന് പറയാം. ആ ഡ്രസ്സ് കാറ്റത്ത് അങ്ങനെ ഉലയുമ്പോൾ മാർക്കിന്റെ കോതി വെച്ചിരുന്ന തലമുടിയൊക്കെ ഏതാണ്ട് അടർന്നു വീണിരിക്കുകയാണ്. തൽഫലമായി ആ മുടി ഇങ്ങനെ കാറ്റത്ത് ആടുന്നുണ്ട്. ഒരു വല്ലാത്ത കാഴ്ച. അതിശക്തമായി ആ പ്രഷർ മാർക്കിന്റെ പുറത്തേക്ക് അടിച്ചിട്ടും മാർക്കിന് പക്ഷേ കുലുക്കൊന്നുമില്ല. മാർക്കിന്റെ ബോഡിയിൽ ആ മസിലുകൾ ഇങ്ങനെ തെളിഞ്ഞു കാണാം. ഉരുക്കിനെ തോൽപ്പിക്കുന്ന ബോഡിയിലാണ് മാർക്ക് നിൽക്കുന്നത്. മാർക്കിൽ നിന്ന് ഏകദേശം ഒരു 10-100 അടി പുറകിലാണ് ചാങ്മാങ്ങും പൗലി മാസ്റ്ററും ഒക്കെ. മാർക്ക് ഗൂഷിങ്ങിനെ നോക്കിയിട്ട് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ നിന്റെ ശക്തി? മാർക്ക്, ഇത് മതി എനിക്ക് നിന്നെ തീർക്കാൻ. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും മാർക്ക് ആ 9 സീക്രട്സിലെ 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന് ചുറ്റുമായി ശക്തമായ ഒരു ഊർജ്ജ വിസ്ഫോടനം തന്നെ അവിടെ ഉണ്ടായി. പെട്ടെന്നാണ് ഗൂഷിങ്ങിന്റെ ആ ഊർജത്തെ മാർക്കിന്റെ ഊർജം പുറകോട്ട് തള്ളിയത്. ഒരു വൻ ഊർജ വിസ്ഫോടനം അവിടെ ഉണ്ടായതും നേരത്തെ ഏകദേശം 100 അടിയോളം പുറകോട്ട് നിന്ന പൗലി മാസ്റ്റർ ടീമും 250 അടിയെങ്കിലും പുറകോട്ട് തെറിച്ചു കാണും. ശരിക്കും അവരെ ആ ഊർജത്തിന്റെ വരവ് പുറകോട്ട് തള്ളിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഊർജം അതിശക്തമായി വ്യാപിച്ചതും
ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനകത്തുള്ള ബിൽഡിങ്ങുകൾ ഒന്നൊന്നായി പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ചുറ്റുമുള്ള മരങ്ങളും ചെടികളും എന്ന് വേണ്ട സകലതും തെറിക്കുകയാണ്. കണ്ണഞ്ചിക്കുന്ന ആ പ്രതിഭാസം വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് ഗൂഷിങ് കണ്ടത്. ഗൂഷിങ്ങിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോഴേക്കും മാർക്ക് ആ ലെറ്റർ ഫോർമുലയിൽ അവന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. രക്ഷപ്പെടണമോ വേണ്ടയോ എന്ന് ഗൂഷിങ് ആലോചിക്കുമ്പോൾ അവൻ കാണുന്നത് അവന്റെ കണ്ണിന് തൊട്ടു മുന്നിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയാണ്. എന്തെങ്കിലും ഗൂഷിങ്ങിന് ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ അതിശക്തമായ ഒരു പഞ്ച് ഗൂഷിങ്ങിന്റെ പുറത്ത് പതിച്ചു കഴിഞ്ഞു. ആ ഇടിയേറ്റ് ഗൂഷിങ് ആകാശത്തോട് അങ്ങനെ പറക്കുകയാണ്. ഗൂഷിങ് വന്ന് വീണത് നേരത്തെ ചാങ്മാങ് വീണതുപോലെ ഒരു കെട്ടത്തിന്റെ മുകളിലേക്കാണ്. ഗൂഷിങ് ആ കെട്ടം തകർത്തുകൊണ്ടാണ് താഴേക്ക് വീണത്. അവിടുന്ന് ഗൂഷിങ് ചാടി എണീക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ വീണ്ടും അടുത്തെത്തി കഴിഞ്ഞു. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഗൂഷിങ് ആ ബിൽഡിങ്ങിനകത്ത് നിന്ന് ചാടി എണീറ്റത്. സാധാരണഗതിയിൽ മാർക്കിന്റെ ആ ഇടിയിൽ ഗൂഷിങ് കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷെ അവന്റെ ആ ബോഡിക്കുള്ളിലെ 8 മൈറ്റ് ലെവൽ ആളുകളുടെ ആ ശക്തി ഗൂഷിങ്ങിന് വല്ലാത്തൊരു പവർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ താഴെ വീണിട്ടും ചാടി എണീറ്റത്. പക്ഷെ മാർക്ക് രണ്ടാമൊന്നും ആലോചിക്കാതെ തുര പഞ്ചു തുടങ്ങി. ഇടത് കൈയും വലത് കൈയും മാത്രമല്ല ചാടി ഉയർന്ന് ചവിട്ടും ഒക്കെയായി മാർക്ക് ഗൂഷിങ്ങിനെ തിരിച്ചടിക്കാൻ സമയം കിട്ടുമ്പോൾ ഇടിയോട് ഇടി തന്നെ. ഒരു നിശ്ചിത നമ്പർ ഇടി കഴിഞ്ഞതും നമ്മൾ കാണുന്നത് ഗൂഷിങ് വീണ സ്ഥലത്ത് ഒരു വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നതാണ്. ശരിക്കും വലിയൊരു ഗർത്തം തന്നെ അവിടെ രൂപപ്പെട്ടു എന്ന് പറയാം. ആ ഗർത്തത്തിനകത്തേക്ക് മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ആ ഓരോ ഇടി ഗൂഷിങ്ങിന് നേരെ വരുമ്പോഴും അത് ഉണ്ടാക്കുന്ന ആ ഇമ്പാക്റ്റിൽ ചുറ്റുമുള്ള മണ്ണ് ചിതറിത്തെറിച്ചാണ് അവിടെ കുഴി രൂപപ്പെട്ടത്. നേരത്തെ ആ കുഴി ഉണ്ടായിരുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടം ഉണ്ടായിരുന്നതാണ്. ആ കെട്ടിടമൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. ആ കെട്ടിടം ഉണ്ടായിരുന്നു സൂചന പോലും കിട്ടാതെ മണ്ണ് സകല സ്ഥലത്തേക്ക് ചിതറിത്തെറിക്കുകയാണ്. ഈ കാഴ്ച ദൂരെ നിൽക്കുന്ന പൗലിയൻ മാസ്റ്ററും ചാങ്മാങ് ഉൾപ്പെടെയുള്ള സകലരും കാണുന്നുണ്ട്. അവർക്കവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ എങ്ങനെ ഇത്രയും ശക്തനായി? ആ ചോദ്യമാണ് അവരുടെയൊക്കെ മനസ്സിൽ വരുന്നത്. മാർക്കാണെങ്കിൽ തികച്ചും അമ്പരപ്പിലാണ്. മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ബാറ്റിൽ ഫോർമുലയിലെ 5th ലെവലാണ്. ആ 5th ലെവൽ ബാറ്റിൽ ഫോർമുല മാർക്കിന് അഡീഷണൽ സ്ട്രെങ്ത് നൽകുന്നത് 5-6 മിനിറ്റ് ആണ്. അത് കഴിഞ്ഞാൽ ആ ബാറ്റിൽ ഫോർമുലയുടെ സ്ട്രെങ്ത് അങ്ങ് കുറയും. അതിനു മുന്നേ മാർക്കിന് ഗൂഷിങ്ങിനെ കൊല്ലണം. പക്ഷെ പറ ഇടിയേറ്റിട്ടും ഗൂഷിങ് ഇതുവരെ തളർന്നിട്ടില്ല. അവൻ ആ മണ്ണിലേക്ക് താഴ്ന്നുണ്ടെങ്കിലും അവന്റെ ബോഡി പിടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്നാണ് മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഗൂഷിങ് ആ മണ്ണിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചത്. ശരിക്കും അവൻ ആ കുഴിന്ന് ജമ്പ് ചെയ്ത ഗൂഷിങ് പെട്ടെന്ന് മാർക്കിന്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ഗൂഷിങ് അവന് ചുറ്റുമായി ഒരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് അപ്രത്യക്ഷമായത്. പക്ഷേ മാർക്കിന്റെ ഡിവൈൻ ഐയിലൂടെ ഗൂഷിങ്ങിനെ കണ്ടു. മാർക്ക് ആ ഭാഗത്തേക്ക് ഒരു ഒറ്റയിടി ഗൂഷിങ് സൃഷ്ടിച്ച ആ ശൂന്യതയെ ഒറ്റയിടിക്ക് മാർക്ക് തകർത്തതും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. ഗൂഷിങ്, നിന്നെ ഇന്ന് ജീവനോടെ ഇവിടുന്ന് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ വീണ്ടും ഗൂഷിങ് പറഞ്ഞതും മാർക്ക് പറഞ്ഞു, ഗൂഷിങ്, നിന്റെ ചെയ്തികൾക്കുള്ള ഫലം നീ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് വീണ്ടും ആ ശൂന്യതയിലേക്ക് ആഞ്ഞിടിച്ചതും ആ എൻ്റെ ശൂന്യത തകർക്കപ്പെട്ടു. അങ്ങനെ തകർക്കപ്പെട്ടതും എല്ലാവർക്കും ഗൂഷിങ്ങിനെ വീണ്ടും കാണാൻ പറ്റി. നേരത്തെ എല്ലാവരുടെ മുന്നിൽ നിന്നും ഗൂഷിങ് സ്വയം മറഞ്ഞതാണ്. അവൻ ഉണ്ടാക്കിയ ആ കവറിനെ മാർക്ക് ഫെല്ലർ 2 ഇടി കൊണ്ട് തകർത്തതും ഗൂഷിങ് കൈ പുറകിലേക്ക് നീട്ടുന്നതാണ് എല്ലാവരും കണ്ടത്. കൈ പുറകിലോട്ട് നീട്ടിയ ഗൂഷിങ് കൈ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു ഇരുമ്പ് പാര ഇരിപ്പുണ്ട്. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ആ 2 ഇടിയിൽ ഗൂഷിങ് സൃഷ്ടിച്ച ആ ശൂന്യത അപ്രത്യക്ഷമായതും ഗൂഷിങ് കൈ പുറകിലോട്ടും നീട്ടി. അവന്റെ കൈ മുന്നിലേക്ക് വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു ഇരുമ്പ് വടിയിരിപ്പുണ്ട്. ശരിക്കും ഒരു പാര പോലെയുള്ള ഒരു സംഭവം, ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒന്നുമല്ല, ഒരു ഇരുമ്പ് കമ്പി. ആ ഇരുമ്പ് കമ്പിയിൽ കൈ മുറുക്കി പിടിച്ച് ഗൂഷിങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ തീർന്നട. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ച ഗൂഷിങ് ആ കമ്പി ഉപയോഗിച്ച് ഒരു അച്ചയാടി. മാർക്ക് ഫെല്ലർക്ക് നേരെ ആ കമ്പി കൊണ്ട് ഗൂഷിങ് ആഞ്ഞിടിച്ചതും മാർക്ക് ഇടത് കൈകൊണ്ട് ഒരച്ചയിടി. അതിശക്തമായി മാർക്ക് ആ കമ്പിയിൽ ആഞ്ഞിടിക്കുമ്പോൾ മാർക്കിന് അറിയാം ആ ഇടിയിൽ ആ കമ്പി ഒടിഞ്ഞു നുറുങ്ങുമെന്ന്. പക്ഷേ സംഭവിച്ചത് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിന്റെ ആ അടിയിൽ ആകാശത്തിലൂടെ കുറെ ദൂരേക്ക് തെറിച്ചു. ശരിക്കും ഗൂഷിങ്ങിന്റെ ആ അടി മാർക്കിനെ
എടുത്ത് എറിയുമ്പോൾ മാർക്കിന്റെ ആ ഇടത് കൈ ഒടിഞ്ഞ് നുറുങ്ങുന്നത് മാർക്കിന് വിസിബിൾ ആണ്. ദൂരേക്ക് തെറിച്ചു വീണ മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഇതിപ്പോ എന്താ സംഭവിച്ചത്? മാർക്ക് യഥാർത്ഥത്തിൽ ആ വേർഡ് ഫോർമുലയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കിന്റെ ശക്തി മാർക്കിന്റെ സ്വന്തം ശക്തിയേക്കാൾ 10 മടങ്ങോളം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് മാർക്കിനെ ഗൂഷിങ് ആ ഇരുമ്പ് വടി കൊണ്ട് തല്ലിയിരിക്കുന്നത്. എന്താണ് സംഭവമെന്ന് മാർക്കിനെ പിടികിട്ടും മുമ്പ് ഗൂഷിങ് മാർക്കിനടുത്ത് എത്തിക്കഴിഞ്ഞു. മാർക്ക് ആ വീണ സ്ഥലത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ ഗൂഷിങ് മാർക്കിനെ ആഞ്ഞൊരൊറ്റയാടി. അതിശക്തമായി മാർക്കിനെ വീണ്ടും ഗൂഷിങ് അടിച്ചതും മാർക്ക് തന്റെ സകല ശക്തിയും എടുത്ത് പ്രതിരോധിക്കുന്നിടയിൽ വീണ്ടും സെയിൻലി ബോഡി ടെക്നിക്കും വജ്ര ടെക്നിക്കും അതുപോലെ ആ ഗ്രീൻവുഡ് ബോഡി ടെക്നിക്കും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ പച്ച നിറത്തുള്ള കവർ നമുക്ക് കാണാം, വിസിബിൾ ആണ്. ആ കവറും ഉപയോഗിച്ചാണ് മാർക്ക് ഫെല്ലർ ആ അടി തടുത്തത്. പക്ഷെ ആ അടിയിൽ മാർക്കിന്റെ ആ ഗ്രീൻവുഡ് ബോഡി അങ്ങ് തകർന്നു. ആ ഗ്രീൻവുഡ് കവറും അതിനകത്തുള്ള വജ്ര കവറും അതിനുമകത്തുള്ള ആ സെയിൻലി ബോഡി കവറും ഒക്കെ ആ അടിയിൽ തകരുകയാണ്. മാർക്ക് ആ വീടെടുത്തുനിന്ന് ഒന്ന് തെറിക്കുകയും ചെയ്തു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഗൂഷിങ് വീണ്ടും മാർക്കിനടുത്തേക്ക് എത്തി. മാർക്കിനെ ഗൂഷിങ് വീണ്ടും തല്ലുകയാണ്, അടിയോടടി. മാർക്ക് തറയിൽ കിടന്ന് ഉരുണ്ടൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൂഷിങ് മാർക്കിനടുത്തേക്ക് എത്തുകയും ആഞ്ഞടിക്കുകയും ചെയ്യണം. അടിയേറ്റ് മാർക്കിന്റെ ദേഹം മുഴുവൻ പൊട്ടി ഒലിച്ച് എല്ലുകളൊക്കെ ചിതറി തുടങ്ങി. മാർക്കിന്റെ ബോഡിയിൽ ചിതറാൻ ഇനി ഒരു സ്ഥലവുമില്ല എന്ന് പറയുന്ന ശൈലിയിലേക്ക് എത്തി. അത് കണ്ടതും ഗൂഷിങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, ഇപ്പോഴാണ് എനിക്ക് നിന്നെ ശരിക്കും ഒന്ന് കിട്ടിയത്. അങ്ങനെ ഗൂഷിങ് പറയുമ്പോഴേക്കും മാർക്ക് ഒരു പരുവത്തിൽ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കിന് തന്റെ കാല് തറയിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയേറെ തല്ലാണ് ആ വടി കൊണ്ട് മാർക്കിന് കിട്ടിയത്. മാർക്കിന്റെ ശക്തി ആ വടിക്ക് മുന്നിൽ ഒന്നും അല്ലാതായി പോകുന്ന അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിയുന്നുണ്ട്. മാർക്ക് ഇതിനിടയിൽ ഡ്രാഗൺ പവറും ആക്ടിവേറ്റ് ചെയ്തിരുന്നു. അതിനൊന്നും തന്നെ ആ അടി തടുക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഒരു പരുവത്തിൽ എണീറ്റ് അങ്ങനെ ചരിഞ്ഞു നിന്നുകൊണ്ട് ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഗൂഷിങ് എന്താ ഇത്? ആ വടിയ ചൂണ്ടിയാണ് മാർക്ക് അത് ചോദിച്ചത്. വിജയിച്ചു നിൽക്കുന്ന ഗൂഷിങ്ങിന് സ്വാഭാവികമായിട്ടും ഒരു അഹങ്കാരത്തോടെ മറുപടി പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് എന്റെ അച്ഛൻ എനിക്ക് നൽകിയതാണ്. ഗൂഷിങ്ങിന്റെ പിതാവ് ഗൂഷീഷൻ മറ്റാരെയും ഏൽപ്പിക്കാതെ സൂക്ഷിച്ചിരുന്ന ആ ഇരുമ്പ് വടിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് ആ അടി ഏറ്റുവാങ്ങുന്ന നിമിഷത്തിലും മാർക്കിന് തോന്നിയിരുന്നു. പക്ഷെ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. താൻ അവസാനിക്കാൻ പോവുകയാണോ? ആ ഒരു ചിന്തയാണ് മാർക്കിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്. മാർക്ക് അടിയേറ്റ് വീണെന്ന് കണ്ട ചാങ്മാങ് ഇതിനിടയിൽ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. മാർക്കിന്റെ തലയിലേക്ക് ഗൂഷിങ് ആഞ്ഞടിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയാണ് ചാങ്മാങ് മുന്നോട്ട് കുതിക്കുന്നത്. ചാങ്മാങ് മാർക്കും ഗൂഷിങ്ങും ആ ഫൈറ്റ് ചെയ്യുന്നതിനും ഏകദേശം 200 അടിയോളം പുറകിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ചാങ്മാങ് മുന്നോട്ട് കുതിക്കുമ്പോൾ അറിയാതെ ബാക്കിയുള്ള ആളുകളും മുന്നോട്ട് കുതിച്ചു പോവുകയാണ്. മാർക്കിനെ രക്ഷിക്കാൻ അവർ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സകലരും മുന്നോട്ട് കുതിച്ചത്. ആ എൻ്റെ ടീമും മുന്നോട്ട് കുതിച്ചു വരുമ്പോൾ ഗൂഷിങ് ആ വടി 2 കൈയിലേക്കും എടുത്ത് മാർക്കിന്റെ തല ലക്ഷ്യമാക്കി ആഞ്ഞൊരൊറ്റയാടി. ആ അടി മാർക്കിന്റെ തലയിലേക്ക് അങ്ങനെ പാഞ്ഞു വരുന്ന സമയത്ത് മാർക്കിന്റെ ആ മാന്ത്രിക നിലവറ ഒന്ന് വിറച്ചു. ആ നിലവറയിൽ നിന്ന് പെട്ടെന്നൊരു ചിത്രം മാർക്കിന്റെ തൊട്ടുമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ചിത്രം മാർക്കിന്റെ തൊട്ടുമുന്നിൽ അങ്ങനെ വന്നതും ഗൂഷിങ്ങിന്റെ ആ കയ്യിലെ വടി താഴ്ന്നു വന്നതും ഒരേ നിമിഷത്തിലാണ്. പക്ഷെ പെട്ടെന്നാണ് ശരിക്കും ഒരു സ്ഫോടനം പോലെ അവിടെ ഒരു ശബ്ദം ഉണ്ടായത്. ആ ശബ്ദത്തോടൊപ്പം പ്രകാശം ചിതറുന്നതും അവിടേക്ക് ഓടി വരികയായിരുന്ന ചാങ്മാങ്ങും കൂട്ടരൊക്കെ കണ്ടു. കണ്ണഞ്ചി പോകുന്ന ഒരു പ്രകാശം. അവർക്ക് ആ പ്രകാശത്തിലേക്ക് നോക്കാൻ കഴിയാത്ത അത്ര ശക്തമായ പ്രകാശമാണ് മാർക്ക് ഫെല്ലർക്കും ഗൂഷിങ്ങിനും ഇടയിൽ ഉണ്ടായത്. സൂര്യൻ പെട്ടെന്ന് നമ്മുടെ തൊട്ടുമുന്നിൽ താഴ്ന്നിറങ്ങിയാൽ എന്ത് സംഭവിക്കും? അത്രയും പ്രകാശം ആ ഭാഗത്തുണ്ടായി, ജ്വലിക്കുന്ന പ്രകാശം. സകലരും മുഖം പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞ് ആളുകൾ പതുക്കെ തിരിയുമ്പോൾ അവിടെ ഗൂഷിങ് ഇല്ല, മാർക്ക് ഫെല്ലറും ഇല്ല. എന്താണ് സംഭവിച്ചതെന്ന് ചാങ്മാങ്ങിനും കൂട്ടർക്കും ഒരു പിടിയില്ല. അവര് ചുറ്റും നോക്കുമ്പോൾ മാർക്ക് കുറച്ച് പുറകിലായി കിടപ്പുണ്ട്. കുറെ ദൂരെയായി സാക്ഷാൽ ഗൂഷിങ് കിടക്കുകയാണ്. മാർക്ക് ഫെല്ലർ കിടന്നിടത്തുനിന്ന് പതുക്കെ എണീക്കുന്ന കാഴ്ചയാണ് ചാങ്മാങ്ങും കൂട്ടരും കണ്ടത്. ചാങ് ഓടി മാർക്കിനടുത്തേക്ക് എത്തുമ്പോൾ മാർക്ക് എണീറ്റ് കഴിഞ്ഞു. മാർക്കിന് ദൂരെ വീണ് കിടക്കുന്ന
ഗൂഷിങ്ങിനെ കാണാം. അതിനു പുറമെ വേറെയും കാഴ്ചകൾ ആളുകൾ എല്ലാവരും കാണുന്നുണ്ട്. ആകാശത്ത് ഒരു വലിയ ക്യാൻവാസ് രൂപത്തിൽ ഒരു ചിത്രം, മാർക്കിന്റെ ആ നിലവറയിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ചിത്രം അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അത് ശരിക്കും ശക്തമായ പ്രഷറാണ് ചുറ്റും ചൊലുത്തുന്നത്. ആ പ്രഷർ ഇങ്ങനെ കൂടി വന്നപ്പോൾ ചാങ് മാങ്ങും കൂട്ടരും ശരിക്കും സ്റ്റക്കായിരിക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മാർക്ക് ആ ചിത്രത്തിനെതിരെ പതുക്കെ നടന്നു തുടങ്ങി. ആ ചിത്രത്തിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. ആ ചിത്രത്തിനടുത്തേക്ക് മാർക്ക് നടക്കുമ്പോൾ മാർക്ക് മറ്റൊരു കാഴ്ച കണ്ടു. ഗൂഷിങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇരുമ്പ് വടി തറയിൽ കിടക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ആ കാഴ്ച കണ്ടതും മാർക്ക് ഒരൊറ്റ കുതിപ്പ്. അടുത്ത നിമിഷം മാർക്കിന്റെ കയ്യിൽ ആ വടി കിട്ടി. ആ വടി ഗൂഷിങ്ങിന്റെ മാന്ത്രിക സംഭവമൊന്നും അല്ല എന്ന് മാർക്കിന് നേരത്തെ തന്നെ തോന്നിയിരുന്നു. ആരുടെ കയ്യിലാണോ ആ വടി ഇരിക്കുന്നത് ആ ആള് ശക്തനാകും. അങ്ങനെ ഒരു തോന്നലാണ് മാർക്കിന് ആ അടി ഏൽക്കുന്ന സമയത്ത് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ വടി കണ്ടതും മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ വടിയുടെ മുകളിലേക്ക് കുതിച്ചു വീണതും അതിനെ കയ്യിലെടുത്തതും. ആ വടി മാർക്ക് കയ്യിലെടുത്തതും അമ്പരപ്പിക്കുന്ന മറ്റു കാര്യം കൂടി ഉണ്ടായി. ആ ചിത്രം പെട്ടെന്ന് ആകാശത്തേക്ക് അങ്ങ് ഒഴുകി മാറി. ശൂന്യതയിൽ എവിടെയോ അതങ്ങ് അപ്രത്യക്ഷമായി. മാസ്ക് വെച്ച് ആ സ്ത്രീയുടെ ശവപ്പെട്ടിക്കകത്ത് നിന്ന് മാർക്കിന് കിട്ടിയ ചിത്രമാണ് ഇപ്പോ മാർക്കിനെ രക്ഷിച്ചിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നത്. എന്താണ് ആ ചിത്രത്തിന്റെ പിന്നിലെ ശക്തിയെന്നോ ചരിത്രമെന്നോ മാർക്കിന് അറിയത്തുമില്ല. പക്ഷെ ഇപ്പോൾ മാർക്കിന് ഒരു കാര്യം അറിയാം. മാർക്കിന്റെ കയ്യിൽ ആ ഇരുമ്പ് വടിയുണ്ട്. ആ കാര്യം മാർക്കിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ വീടിനടുത്തുനിന്ന് ഗൂഷിങ്ങും എണീറ്റ് കഴിഞ്ഞു. അവൻ മാർക്കിനെ കണ്ടു. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ഇരുമ്പ് വടിയും അവൻ കണ്ടു. അത് കണ്ടതും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അത് എന്റേതാണ്, ഇങ്ങ് തിരിച്ച്. മാർക്കിനെ ഓടിച്ചിട്ട് അടിക്കാനായി അവൻ ഉപയോഗിച്ച ആ വടി തിരിച്ചു വേണമെന്നാണ് ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും മാർക്കിന്റെ ആ എസ് ലെറ്ററിൽ കയറി നിമിഷ നേരം കൊണ്ട് ഗൂഷിങ്ങിന്റെ മുന്നിലെത്തി. ഗൂഷിങ്ങിന്റെ മുന്നിലെത്തിയ മാർക്ക് ഫെല്ലർ ആ വടി ഉയർത്തി ഒരു അച്ഛയെ ആടി. ഗൂഷിങ്ങിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടും മുമ്പ് മാർക്ക് ആ വടി കൊണ്ട് ഗൂഷിങ്ങിനെ ആഞ്ഞടിച്ചു കഴിഞ്ഞു. ആ അടി ഗൂഷിങ്ങിന്റെ ഇടത് വശത്താ പതിച്ചത്. ആ അടി പതിച്ച നിമിഷത്തിൽ ഗൂഷിങ് കാറ്റത്ത് ഒരു ഇല പറക്കും പോലെ അതിവേഗം ആ അടിയുടെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പറന്നു എന്ന് പറയാം. അതിനിടയിൽ ഗൂഷിങ്ങിന്റെ ആ അടിയേറ്റ ഭാഗത്തുനിന്ന് ചോര ചിതറിത്തെറിക്കുന്നത് സകലർക്കും വിസിബിൾ ആവുകയും ചെയ്തു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ആ ചിത്രം അപ്രത്യക്ഷമായതോടുകൂടി ചാങ് മാങ്ങിനും കൂട്ടർക്കും മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ മാറിയതുകൊണ്ട് അവർക്കും ഈ സംഭവം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ആ ലൈൻ ഫോർമുലയിൽ തെറിച്ചു വീണ ഗൂഷിങ്ങിന്റെ അടുത്തെത്തി. അവിടെ എത്തിയ മാർക്ക് ഗൂഷിങ്ങിന് മുകളിലേക്ക് പിന്നെയും ആഞ്ഞടിച്ചു. അതിശക്തമായിട്ടാണ് മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനെ അടിക്കുന്നത്. അടിയേറ്റ ഗൂഷിങ്ങിന്റെ ബോഡി തലങ്ങും വിലങ്ങും പൊട്ടിത്തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും വെറും മാംസ കഷ്ണങ്ങൾ പോലെ ഗൂഷിങ് മാറി. ഈ സമയത്താണ് അവിടേക്ക് സാക്ഷാൽ ലാരി ഹോംസും ടീമും എത്തുന്നത്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്യൂക്കുനിൻ രക്ഷപ്പെടാനായി ഒരു ശ്രമം നടത്തിയതും ആ നിമിഷത്തിലാണ്. സ്യൂക്കുനിൻ ഓടി മാറിയതും സ്യൂക്കിന്റെ മുന്നിലേക്ക് സാക്ഷാൽ യാൻ യോങ്ഫു എത്തി. ഏയ് സ്യൂക്കുനിൻ, അങ്ങനെ അങ്ങ് പോയാലോ എന്ന് യാൻ പറഞ്ഞതും സ്യൂക്കുനിൻ യാനോട് പറഞ്ഞു, ഏയ് എന്നെ വിട്, ഞാൻ പോട്ടെ. ഏയ് സ്യൂ, നീ ചെയ്ത തെറ്റിന്റെയൊക്കെ ഫലം നീയും അനുഭവിക്കണമല്ലോ. അങ്ങനെ സ്യൂക്കുനിനോട് യാൻ യോങ്ഫു പറഞ്ഞതും മാർക്ക് ഫെല്ലർ ചാങ് മാങ്ങിനോട് പറഞ്ഞു, അവളെ പിടിക്ക്. ചാങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെ കൈ രണ്ട് തരിച്ചു നിൽക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ആ കാര്യം പറഞ്ഞത്. ചാങ് അടുത്ത നിമിഷത്തിൽ സ്യൂക്കുനിന്റെ തൊട്ടടുത്തെത്തി. സ്യൂക്കുനിന് ഉണ്ടായിരുന്ന ശക്തിയൊക്കെ സ്യൂക്കുനൻ ഗൂഷിങ്ങിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചാങ് മാങ്ങിന്റെ തുടർച്ചയായ പഞ്ചുകളിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്യൂക്കുനിൻ ഏതാണ്ട് പേസ്റ്റ് പോലെ ആകുന്ന സമയത്ത് മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനെയും ലാരി ഹോംസിനെ ഹാൻഡ് ഓവർ ചെയ്തു. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലേക്ക് ഗൂഷിങ് തിരിച്ചു എന്ന വിവരം അറിഞ്ഞതും ലാരി ഹോംസ് അവിടേക്ക് തിരിച്ചതാണ്. പക്ഷെ ലാരി ഹോംസ് അല്പം താമസിച്ചു പോയി. ഏതായാലും ലാരി ഹോംസ് വന്നപ്പോൾ കണ്ട കാഴ്ച ഗൂഷിങ് തകർന്ന് തരിപ്പണമായതാണ്. ലാരി ഹോംസ് ഒരുപാട് ആഗ്രഹിച്ച കാഴ്ചയാണ് ലാരി കണ്ടത്. ലാരി മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, ഡേ ആഫ്റ്റർ ടുമാറോ, മറ്റന്നാൾ ഇവനെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കും. അതാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാരിന്റെ തീരുമാനമായി ലാരി ഹോംസ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ തീരുമാനമാണ് പറഞ്ഞത്. ആർമി ഉദ്യോഗസ്ഥനായ
മാർക്ക് ഫെല്ലറെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനും നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്തതിനും ഗൂഷിങ്ങിനെ ശിക്ഷിക്കാൻ പോവുകയാണ്. മാർക്കിനോട് ആ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് ജിഗ്ദൂൽ എത്തണമെന്ന് പറഞ്ഞിട്ടാണ് ലാരി ഹോംസ് ഗൂഷിങ്ങിനെയും സൂക്കുനെയും അവിടെ നിന്ന് കൊണ്ടുപോയത്. ശരിക്കും ഒരു മഴ തോർന്ന ഒരു പ്രതീതിയാണ് കുറച്ചു നേരത്തേക്ക് അവിടെ ഉണ്ടായത്. മാർക്ക് ഫെല്ലർ ആ വടിയുമായി യാൻ യോങ്ഫുവിന്റെ അടുത്തേക്ക് വന്നു. യാനോടായി മാർക്ക് ചോദിച്ചു, ഇതെന്താ സംഭവം? മാർക്ക്, സത്യമായിട്ടും എനിക്കും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഗൂശീഷന്റെ കയ്യിൽ ഇത്തരം ഒരു വടിയുള്ള കാര്യം ഗൂശീഷൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുമില്ല. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അനിശ്ചിതനായ നേതാവായി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ തലവനായി കാലങ്ങളോളം വിരാജിച്ച ആളാണ് ഗൂശീഷൻ. അയാൾക്ക് എങ്ങനെയോ ലഭിച്ചതാണ് ആ വടി. ആ വടി അപൂർവമായ പ്രത്യേകതയുള്ള ഒന്നാണെന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കിന് ഉറപ്പാണ്. യാൻ യോങ്ഫും അത് തന്നെ പറഞ്ഞു, മാർക്ക്, ഈ വടി നഷ്ടപ്പെടുത്തരുത്. യാൻ അത് പറഞ്ഞതും മാർക്ക് ആ വടിയെ മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് മാറ്റി. ഈ സമയത്ത് പൗരൻ മാസ്റ്ററും ബാക്കി എല്ലാവരും നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് നടന്നെത്തുന്ന മാർക്കിന്റെ സുഹൃത്തുക്കൾ ശരിക്കും അമ്പരപ്പോടെയാണ് യാൻ യോങ്ഫുവിനെ കാണുന്നത്. യാൻ യോങ്ഫുവും മാർക്കും തമ്മിൽ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ വെച്ചുണ്ടായ ആ ഏറ്റുമുട്ടൽ അവർക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അന്ന് യാൻ യോങ്ഫുവുമായി ചാങ്മാങ്ങും ഒന്ന് ഏറ്റുമുട്ടിയതാണ്. ചാങ്മാങ് യാനിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്ക് ചാങ്ങിനോടായി പറഞ്ഞു, യാനിപ്പോ നമ്മുടെ ആളാണ്. പക്ഷേ മാർക്ക് അങ്ങനെ പറഞ്ഞിട്ടും മാർക്കിന്റെ കൂട്ടർക്ക് അതങ്ങോട്ട് സുഖിച്ചിട്ടില്ല. യാൻ യോങ്ഫു അന്ന് ഒരു വല്ലാത്ത ഔദ്യോഗികത്തിലാണ് അവരോട് പെരുമാറിയത്. യാൻ യോങ്ഫുവിനെ അന്ന് ശരിക്കും നീൽ ഫ്ലെമിംഗ് ആ വേഷം കെട്ടി ചതിച്ചില്ലായിരുന്നെങ്കിൽ അവർ എല്ലാവരും കൊല്ലപ്പെടുമായിരുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് മാർക്കിന്റെ സുഹൃത്തുക്കൾക്കുള്ളത്. പെട്ടെന്ന് ഈ വാർത്ത സകല ആളുകളും അറിഞ്ഞു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ തലപ്പത്തേക്ക് കടന്നുവന്ന് ഗൂഷിങ് വീണ്ടും പരാജയപ്പെട്ടുവെന്നും ഗൂഷിങ്ങിനെ പരസ്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് വാർത്തയായി മാറിയത്. അതിശക്തമായ ഒരു ചർച്ച തന്നെ സ്വാഭാവികമായിട്ടും ആ വാർത്ത സൃഷ്ടിച്ചു. ഗൂഷിങ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു കൂട്ടിയത് ഒരു മനുഷ്യനും കാണിച്ചു കൂടാത്ത കാര്യങ്ങളാണ്. എത്രയെങ്കിലും നിരപരാധികളാണ് അയാൾ കൊന്നൊടുക്കിയത്. അതുകൊണ്ട് തന്നെ ന്യൂ സെലസ്റ്റിയൽ മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ ഗൂഷിങ് ശിക്ഷിക്കപ്പെടുന്ന കാണാനായി ആളുകൾ ഒഴുകിയെത്തിയായിരുന്നു. ഒരു വൻ സ്റ്റേഡിയത്തിലാണ് അയാളുടെ ശിക്ഷ നടപ്പിലാക്കുന്നത്. ഗൂഷിങ്ങിനെയും സൂക്കുനെയും രണ്ട് സ്ഥലത്തായി കെട്ടി നിർത്തിയിരിക്കുകയാണ്. എല്ലാ വിധത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ആ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗൂഷിങ് ഇപ്പോഴും ആ 8 മൈറ്റ് ലെവലുകാരുടെ ശക്തി ഉള്ള ആളാണ്. അവനെ മാർക്ക് ഫെല്ലർ അടിച്ച് പരുവപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അവൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് മാത്രം. അവന്റെ ശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അവൻ വീണ്ടും അപകടകാരിയാവും. ആ സമയത്ത് അവനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ചങ്ങലകൾക്കൊന്നും അവനെ തടുക്കാൻ പറ്റില്ല. അക്കാര്യം ലാരി ഹോംസിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലാരി അതിവേഗം വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. മാർക്ക് ഫെല്ലറെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതും ഗൂഷിങ്ങിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയാണ്. മാർക്ക് ഫെല്ലർ സമയത്ത് തന്നെ മാർഷൽ ഡിസ്ട്രിക്റ്റിലെത്തി. ഒരുപാട് ആളുകളാണ് ആ ശിക്ഷ കാണാനെത്തിയത്. സകല ആളുകളും സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞതും ആധുനിക ആയുധങ്ങളുടെ ആ വൻനിര അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. ശരിക്കും അതിശക്തമായ പീരങ്കികളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള തോക്കുകൊണ്ട് ഫയർ ചെയ്താലൊന്നും ഗൂഷിങ്ങിന്റെ ബോഡിയിൽ പോറലേൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം മാർഷൽ സെയിന്റായ ലാരി ഹോംസിന് അറിയാം. ലാരി ഹോംസ് ആ അനൗൺസ്മെന്റ് നടത്തുമ്പോഴാണ് മാർക്ക് ഫെല്ലർ എത്തിയത്. മാർക്കിന് സീറ്റ് ഒരുക്കിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ തൊട്ടടുത്താണ്. പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് ഇരിക്കാൻ ആദ്യം മാർക്ക് വിസമ്മതിച്ചെങ്കിലും പാർട്ടി സെക്രട്ടറി ലീപിങ് ക്ഷണിച്ചതുകൊണ്ട് മാർക്കിന് പിന്നെ ഒഴിയാൻ പറ്റാതായി. മാർക്ക് ലീപിങ്ങിന്റെ അടുത്ത് നിന്നിരിക്കുമ്പോൾ ലീപിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്താ ഇനി അടുത്ത പരിപാടി? സാർ, എനിക്ക് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നിന്നും താല്പര്യമില്ല. മാർക്ക്, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അനിവാര്യമായി ആവശ്യമുള്ള സംഘടനയാണ്. അതിന്റെ തലപ്പത്ത് ഈ ഗൂഷിങ്ങിനെ പോലുള്ള ആളുകൾ വരുന്നതാണ് പ്രശ്നം. അതെ സാർ, നല്ല ആരെങ്കിലും സാർ വെക്കണം. മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാർക്ക് അവിടെ ഇരിക്കണമെന്നാണ് താല്പര്യം. സാർ, ഞാൻ തുടക്കത്തിലേ സാറിനോട് പറഞ്ഞു, എന്റെ താല്പര്യം ഇതൊന്നുമല്ല. മാർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യെമിനിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അതിനിടയിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൂഷിങ്ങുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ. മാർക്ക് ഫെല്ലർക്ക് എമിലിയെ ഉപദ്രവിച്ച ആളുകൾക്കൊക്കെ ശിക്ഷ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് കൂടിയാണ് മാർക്ക് ഇവരെ തിരിഞ്ഞു പിടിച്ച് ഈ ശൈലിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളത് മറ്റൊരു കാര്യം. മാർക്കും ലീപിങ്ങും തമ്മിൽ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ലാരി ഹോംസിന്റെ അനൗൺസ്മെന്റ് വന്നു. നമ്മളിതാ പരസ്യമായി ഗൂഷിങ്ങിനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
അത് കേട്ടതും ഗൂഷിങ് ആ ചങ്ങലെ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് അലറി. മാർക്ക്, നീ എന്നെ അവസാനിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. നീ വിചാരിച്ചാലൊന്നും ഞാൻ അവസാനിക്കില്ല. അങ്ങനെ ഗൂഷിങ് പറയുമ്പോഴേക്കും പീരങ്കികൾ ഗർജിച്ചു. ശക്തമായ പീരങ്കി ഷെല്ലുകൾ സ്യൂക്കുനും ഗൂഷിങ്ങിന് നേരെ അങ്ങനെ പാഞ്ഞു വരുമ്പോൾ ജനം ശ്വാസം അടക്കി പിടിച്ച ആ കാഴ്ച കാണുന്നത്. മൈറ്റി ലെവലുകാരിയാണ് സ്യൂക്കുനിൻ. 8 മൈറ്റി ലെവലുകാരുടെ ശക്തിയുള്ള ആളാണ് ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റായ ഗൂഷിങ്ങിനുള്ളത്. ഗൂഷിങ് യഥാർത്ഥത്തിൽ മാർഷൽ സെയിന്റായി മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ കടം വാങ്ങിയിരിക്കുന്ന പവറാണ് അവനെ ഭീകരനാക്കുന്നത്. ആ അവസ്ഥയിൽ ഈ പീരങ്കി ഷെല്ലുകൾ ആ ബോഡികളോട് എങ്ങനെ പ്രതികരിക്കും? ആ അവസ്ഥയിലുള്ള അവരോട് ഈ പീരങ്കി ഷെല്ലുകൾ എങ്ങനെ പ്രതികരിക്കും? അതാണ് ജനത്തിന് അറിയേണ്ടത്. ആദ്യത്തെ 3-4 ഷെല്ലുകൾക്കൊന്നും സ്യൂക്കുനെയോ ഗൂഷിങ്ങിനെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് സത്യം. അത് നേരത്തെ മനസ്സിലാക്കിയ ലാരി ഹോംസ് അയാളുടെ ടീമിന് നിർദ്ദേശം കൊടുത്തു. തൽഫലമായി അതിശക്തമായ പീരങ്കി ഷെല്ലുകളുടെ ഒരു വർഷം തന്നെ ആ ഭാഗത്തേക്കുണ്ടായി. ഒരു 7-8 മിനിറ്റ് വെടിയുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. വെടിയുടെ ശബ്ദവും ആ വെടിയുണ്ടകൾ ചിതറുന്ന കാഴ്ചയും പ്രകാശവും ഒക്കെ കൊണ്ട് സ്യൂക്കുനും ഗൂഷിങ്ങും നിന്ന മേഖല ഒന്നും വിസിബിൾ ആകാത്ത ശൈലിയിലായി. ചകലകളൊക്കെ ആദ്യത്തെ വെടിയുണ്ടകൾ പതിച്ചപ്പോഴേ ചിതറിയിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വെടിയൊച്ചകൾ നിലച്ചു. നമുക്കിപ്പോ കാണാം ചിതറി തെറിച്ച് കിടക്കുന്ന ഗൂഷിങ്ങിന്റെ ബോഡി, അതുപോലെ തന്നെ സ്യൂക്കുനിന്റെ ബോഡിയും. ആ ബോഡിയിൽ കണ്ടതും മാർഫലർ അമ്പരപ്പോടെ നോക്കിയത് ആ ഭാഗത്ത് സ്യൂക്കുനിന്റെയും അതുപോലെ ഗൂഷിങ്ങിന്റെയും ഡിവൈൻ സെൻസുകൾ ഉണ്ടോന്നാണ്. സ്യൂക്കുനിന്റെ ബോഡിയിൽ പ്രിമോഡിയൽ സ്പിരിറ്റാ ഉള്ളത്. അവര് മാർഷൽ സെയിന്റിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് കടന്ന വ്യക്തിയാണ്. ഒരാൾ മാർക്യൂസിൽ നിന്ന് മാർഷൽ സെയിന്റ് ആകുമ്പോഴേ ഗോൾഡൻ കോറ് നേസന്റ് സോളായി മാറും. ആ സോള് മൈറ്റി ലെവലിൽ ഒന്ന് ഉറച്ച് ഒരു സ്പിരിറ്റായി, ഒരു ആത്മാവായി മാറിക്കഴിഞ്ഞിരിക്കും. ഒരു പ്രിമോഡിയൽ, അതായത് ഒരു മൗലികമായ സ്പിരിറ്റായി മാറും. പിന്നീട് ആ സ്പിരിറ്റാണ് ഡെവലപ്പ് ആകുന്നത്. ആ സ്പിരിറ്റ് സ്യൂക്കുനിന്റെ ബോഡിയിൽ നിന്ന് അപ്രത്യക്ഷമായോ? മാർക്ക് അമ്പരപ്പോടെ നോക്കിയത് ആ അറിവിന് വേണ്ടിയാണ്. ഗൂഷിങ്ങിന്റെ ബോഡി ചിതറിക്കിടക്കുകയാണ്. ഗൂഷിങ്ങിന്റെ ബോഡിയിൽ ഉള്ളത് ഒരു ഗോൾഡൻ കോറാണ്. അയാള് യഥാർത്ഥത്തിൽ ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റ് ആണ്. മാർഷൽ സെയിന്റ് ആയിട്ടില്ല. മാർഷൽ സെയിന്റ് ആയാലേ അയാളുടെ ഗോൾഡൻ കോറ് സോളായി മാറത്തുള്ളൂ. ഗോൾഡൻ കോർ എന്ന് പറഞ്ഞാൽ എനർജി കട്ടിയായിരിക്കുകയാണ്. ഗോൾഡൻ കോർ ആയിരിക്കുമ്പോൾ ഡാന്റിയൻ പോയിന്റ് ചുറ്റും എനർജി കട്ടി പിടിച്ചിരിക്കും. നേസന്റ് സോൾ ആകുമ്പോൾ അത് ആവി പോലെ ആയി മാറുകയും ചെയ്യും. പ്രിമോഡിയൽ സ്പിരിറ്റ് ആയി മാറുമ്പോൾ മാർഷൽ സെയിന്റിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്, മൈറ്റി ലെവലിലേക്ക് കടക്കുമ്പോൾ ഈ ആവിയായ നേസന്റ് സോള് ശരിക്കും കാണാൻ പോലും കഴിയാത്ത ശൈലിയിൽ ഒരു അദൃശ്യ രൂപമായി മാറും. അതാണ് പ്രിമോഡിയൽ സ്പിരിറ്റ്. ഈ മാറ്റം മാർക്കിനെ അറിയാം. മാർക്ക് അതുകൊണ്ട് തന്നെ സ്യൂക്കുനിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റോ ഗൂഷിങ്ങിന്റെ ആ ഗോൾഡൻ കോറോ അവിടെ ഉണ്ടോന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചെങ്കിലും അവ രണ്ടുമില്ല. മാർക്കിന് പെട്ടെന്ന് ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. ഗൂഷിങ് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടോ? സ്യൂക്കുനിൻ കൂടെ രക്ഷപ്പെട്ടോ? ആ ചോദ്യങ്ങളുടെ ഉത്തരം യഥാർത്ഥത്തിൽ ആ നിമിഷത്തിൽ മാർക്കിന് ഇല്ല. മാർക്ക് എന്തായാലും ആ സംശയത്തോടെ ലാരി ഹോംസിനോടും ലീപ്പിങ്ങിനോടും യാത്ര പറഞ്ഞ് വീണ്ടും ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെത്തി. ഗൂഷിങ്ങിന്റെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ടും ഒരുപാട് പോസ്റ്റുകളും ചർച്ചകളുമായിട്ട് അങ്ങനെ വളരുകയാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് മടങ്ങിയെത്തിയ മാർഫലർ നേരെ പോയത് യാൻ യോങ്ഫുവിന്റെ അടുത്തേക്കാണ്. യാൻ യോങ്ഫുവിന്റെ അടുത്തെത്തിയതും മാർക്ക് അയാളോട് പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. മാർക്ക് യാൻ യോങ്ഫുവുമായി നേരെ പോയത് ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിലേക്കാണ്. മാർക്കിന് അതിവേഗം കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ആ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളിൽ ഒരെണ്ണം വിന്നി ഫാങ്കുമായി കണക്റ്റഡ് ആണ്. ഏകദേശം 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മാർക്ക് ഫെല്ലർ വിന്നി ഫാങ്ങിനെ പരിചയപ്പെട്ടത്. ഹെക്ടർ ടെങ് വിന്നി ഫാങ്ങിനെ ഒരു സ്പെല്ല് ഉപയോഗിച്ച് മയക്കി കിടത്തിയതിനു ശേഷം മാർക്കിന് വിന്നിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് സത്യം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹെവൻലി റീജിയനിലേക്കുള്ള ആ പാത്ത് തുറക്കപ്പെടുമെന്നാണ് ടിയാൻസി നേരത്തെ പ്രവചിച്ചിരിക്കുന്നത്. ആ പ്രവചനം സത്യമാകാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. ആ പ്രവചനം സത്യമായാൽ മാർക്ക് ഹെവൻലി റീജിയനിലേക്ക് പോകും. ഹെവൻലി റീജിയനിലേക്ക് മാർക്കിന് പോയേ പറ്റൂ. മാർക്കിന്റെ എമിലി ബ്ലാക്ക് അവിടെയാണ് ഉള്ളത്. ഹെവൻലി റീജിയനിലേക്ക് മാർക്ക് പോകുന്നതിന് മുന്നേ മാർക്കിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് മാർക്ക് യാൻ യോങ്ഫുവുമായി ആ ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിൽ എത്തിയത്. അവിടെ എത്തിയതും യാൻ യോങ്ഫുവിനോടായി മാർക്ക് പറഞ്ഞു, നിങ്ങളുടെ ആ ഡീമണിക് ബീസ്റ്റുകളെ വിളിച്ചു വരുത്താനുള്ള സ്പെല്ല് ഉപയോഗിച്ച് നല്ല ഡീമനുകളെ വിളിക്കണം. മാർക്ക് പറഞ്ഞതനുസരിച്ച് യാൻ യോങ്ഫു
അടിപൊളി ഡീമനിക് ബീസ്റ്റുകളെ അയാളുടെ ആ പ്രത്യേക മന്ത്രം ഉപയോഗിച്ച് വിളിച്ചു വരുത്തി. അന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുമ്പോൾ മാർക്കിന്റെ കയ്യിൽ വിന്നി ഫാങ്ങിനെ രക്ഷിക്കാനുള്ള മരുന്ന് റെഡിയാണെന്ന് പറയാം. ഡീമനുകളുടെ സ്പിരിറ്റ് ഉപയോഗിച്ച് മാത്രമേ വിന്നി ഫാങ്ങിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയൂവെന്ന് ഒരു തവണ ഹെക്ടർ ടെങ് മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മയിലാണ് മാർക്ക് ആ സ്പിരിറ്റുകൾ കരസ്ഥമാക്കാനായി ഡീമനുകളെ തേടിയെത്തിയത്. മാർക്ക് ഫെല്ലറും യാൻ യോങ്ഫും കൂടി ആ ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിൽ നിന്ന് ഡീമനിക് സ്പിരിറ്റുമായി മൂവ് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് മാർക്കിന് ഒരു പരിചയമുള്ള ഓറ ഫീൽ ചെയ്തത്. മാർക്ക് പെട്ടെന്ന് ഒരു പ്രത്യേക ദിശയിലേക്ക് ഒന്ന് തിരിഞ്ഞ് മാർക്കിന്റെ ആ ഡിവൈൻ ഐയിലൂടെ ഒന്ന് നോക്കി. മാർക്കിന്റെ ആ രണ്ട് പുരുകങ്ങൾക്കിടയിലായി ഗ്ലാബല്ല ഭാഗത്തായി ആ സമയത്ത് ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശത്തിലൂടെ മാർക്ക് കടലിന് മുകളിലൂടെ ഉൾക്കടലിൽ ശരിക്കും ദൂരത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഒരു യുവതി അവിടെ കടലിന് മുകളിലായി മാർക്ക് കണ്ടു. മാർക്ക് അടുത്ത നിമിഷത്തിൽ വേർഡ് ഫോർമുലയിൽ കടലിന് മുകളിലൂടെ അതിവേഗം ആ സ്ത്രീയെ കണ്ട ഭാഗത്തേക്ക് തിരിച്ചു. യാൻ യോങ്ഫു മാർക്ക് കടലിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന കണ്ടപ്പോൾ അമ്പരം അങ്ങനെ നിൽക്കുകയാണ്. മാർക്കിനെ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നറിയാതെ അയാൾ ആ ദ്വീപിന് മുകളിൽ നിൽക്കുമ്പോൾ മാർക്ക് ആ യുവതിയുടെ തൊട്ടടുത്തെത്താറായി. മാർക്ക് ഫെല്ലർ ആ യുവതിയുടെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. ആ സ്ത്രീ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. ആ സ്ത്രീ കടലിന്റെ അടിയിന്ന് എന്തോ വലിച്ചെടുക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്ക് ആ സ്ത്രീയുടെ അടുത്ത് എത്തുമ്പോഴേക്കും മാർക്കിന് ആ കാഴ്ച പൂർണ്ണമായും വിസിബിളായി. കടലിന്റെ അടിയിന്ന് ആ സ്ത്രീ വലിച്ചെടുത്തത് ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ വളരെ പഴക്കമുള്ള ഒരു ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോം കടലിന്റെ അടിയിൽ നിന്ന് ആ സ്ത്രീ വലിച്ച് കടലിന് മുകളിലേക്ക് ഇട്ടു. മാർക്ക് അടുത്തെത്തിയതും ആ സ്ത്രീ ഒന്ന് തിരിഞ്ഞു. മാസ്ക് വെച്ച് ആ സ്ത്രീ കണ്ടതും മാർക്ക് ഉറക്കെ വിളിച്ചു, ഷിയ! മാർക്ക് ലിറ്റിൽ ഫിഷ് എന്ന് വിളിക്കുന്ന ഷിയാവു മാർക്കിന്റെ ശബ്ദവും കേട്ടു മാർക്കിനെ കാണുകയും ചെയ്തു. അവളുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. മാസ്ക് വെച്ച് ആ മുഖം ഏതാണ്ട് മറച്ചിരിക്കുന്നത് കൊണ്ട് മാർക്കിന് അത് ഷിയാണോ യഥാർത്ഥ മാർക്ക് വെച്ച സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയുമാണ്. മാർക്ക് ഉറക്കെ ഒന്നുകൂടെ വിളിച്ചു, ഷിയ! അങ്ങനെ വിളിച്ചിട്ട് മാർക്ക് ഷിയ്ക്ക് നേരെ പാഞ്ഞു വരുമ്പോ ആ മാസ്ക് വെച്ച സ്ത്രീ കൈ ഒന്ന് ഉയർത്തി. ആ സ്ത്രീ കൈ ഒന്ന് ഉയർത്തിയതും ശക്തമായ ഒരു ഫോഴ്സ് മാർക്കിന് നേരെ പാഞ്ഞു വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് മാർക്കിനെ ആ ഫോഴ്സ് ഒരുപാട് ദൂരേക്ക് ആ കടലിന് മുകളിലൂടെ തള്ളി മാറ്റി. ശരിക്കും അതിശക്തമായി മാർക്കിനെ അങ്ങ് തള്ളിക്കൊണ്ട് പോവുകയായിരുന്നു ആ ഫോഴ്സ്. തന്റെ പുറകിലേക്ക് ആ ഫോഴ്സ് തള്ളുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ണിന്ന് മറയുന്നത് കാണുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമും ആ സ്ത്രീയും ഒക്കെ മാർക്കിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മാർക്കിനെ വളരെ ഫ്രീ ആയിട്ട് കൈയൊന്ന് അനക്കിയപ്പോ എത്രയെങ്കിലും മീറ്ററുകൾ പുറകിലേക്ക് തെറിപ്പിക്കാൻ ആ മാസ്ക് വെച്ച സ്ത്രീക്ക് നിഷ്പ്രയാസം പറ്റി. ആ മാസ്ക് വെച്ച സ്ത്രീ ഷിയയാണെന്ന് അറിയുന്ന മാർക്കിന് ഷിയുടെ ശക്തിയിലുണ്ടായ ആ വർധനവ് വല്ലാത്തൊരു അമ്പരപ്പോടെ ഉൾക്കൊള്ളാൻ പറ്റും. മാർക്കാണ് ഷിയെ ഈ മാർഷൽ ആർട്സ് മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. ഷിയുടെ വളർച്ച സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ്. ഇനി ഷിയാവു ആ മാസ്ക് വെച്ച സ്ത്രീയായി മാറിക്കഴിഞ്ഞു കാണുമോ? പലതരം ചിന്തയോടുകൂടിയാണ് മാർക്ക് ഫെല്ലർ കരയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയത്. മാർക്കിനെ കാണാതെ അമ്പരം നിൽക്കുകയാണ് യാൻ യോങ്ഫു. മാർക്ക് കരയിലെത്തിയതും യാൻ യോങ്ഫു ചോദിച്ചു, മാർക്ക് എവിടേക്കാ പോയത്? എന്താ സംഭവം? ഓ, അതൊന്നുമില്ല, നമുക്ക് മടങ്ങിപ്പോവാം. അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിൽ മടങ്ങിയെത്തി. മാർക്ക് പൗരി മാസ്റ്ററോട് വിന്നി ഫാങ്ങിനെ കാണണമെന്ന് പറഞ്ഞതും ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന്റെ പൗരി മാസ്റ്റർ മാർക്കിനെ വിന്നിയുടെ അടുത്തെത്തിച്ചു. വിന്നി എമിലി ബ്ലാക്ക് കിടന്നതുപോലെ ഒരു തോണിക്കകത്ത് കിടക്കുകയാണ്. ഒരു എണ്ണ തോണി എന്ന് പറയാം. മരുന്നുകൾ നിറച്ച ആ എണ്ണ തോണിക്കകത്താണ് വിന്നി കിടക്കുന്നത്. മാർക്ക് കൊണ്ടുവന്ന ആ ഡീമൺ സ്പിരിറ്റ് ഉപയോഗിച്ച് അതിവേഗം ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം മാർക്ക് അത് വിന്നിയുടെ വാ തുറന്ന് വായിലേക്ക് ഒഴിച്ചു. ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്ക് വിന്നിയുടെ വായ്ക്കകത്തേക്ക് അത് ഒഴിച്ചത്. മാർക്ക് ഫെല്ലറും പൗലിയം മാസ്റ്ററും യാൻ യോങ്ഫുവും ആ എണ്ണ തോണിയിലേക്ക് തന്നെ അതിനുശേഷം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സെക്കൻഡുകളും മിനിറ്റുകളും അങ്ങനെ പാസ് ചെയ്തു പോയി. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതും ആ എണ്ണ തോണി ഒന്ന് അനങ്ങി. എത്രയോ കാലങ്ങളായി ഒരു അനക്കവുമില്ലാതെ കിടന്ന ആ തോണി ഒന്ന് അനങ്ങുമ്പോൾ പൗരി മാസ്റ്റർ കണ്ണുകളിൽ വല്ലാത്തൊരു അത്ഭുതം വരികയാണ്. അവര് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയന്റെ ദ ഒണാൻഡോളി പൗലിയം മാസ്റ്ററാണ്. കഴിഞ്ഞ 3 കൊല്ലമായി അവർ വിനിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അനവധി മാർഗങ്ങൾ അവലംബിച്ചവരാണ്. അവർക്ക് കഴിയാത്തൊരു കാര്യം ഇതാ മാർക്ക് ഫെല്ലർക്ക് കഴിഞ്ഞിരിക്കുകയാണ്.
ആ എണ്ണത്തോണി അനങ്ങിയത് അകത്ത് വിന്നി അനങ്ങിയതുകൊണ്ടാണ്. വിന്നിയുടെ ബോഡി അനങ്ങിയതോടൊപ്പം വിന്നിയുടെ കണ്ണ് ഒന്ന് തുറന്നു. കണ്ണുകൾ തുറന്ന വിന്നി ഫാങ് കാണുന്നത് തന്നെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയാണ്. ആദ്യം അവൾക്ക് അവളുടെ കണ്ണുകൾ കേന്ദ്രീകരിക്കാൻ ലേശം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 3 കൊല്ലത്തോളമായിട്ട് അവൾ ആ തോണി കിടക്കുകയാണ്. അവള് കണ്ണുകൾ തുറക്കാൻ ബുദ്ധിമുട്ടുന്ന കണ്ടതും മാർക്ക് വിന്നിയോട് പറഞ്ഞു, വിന്നി പേടിക്കണ്ട, എല്ലാം ശരിയായിട്ടുണ്ട്, പതുക്കെ സാവധാനം കണ്ണ് തുറന്നാൽ മതി. അതിനിടയിൽ അടുത്തേക്കെത്തിയ പൗലി മാസ്റ്ററും വിന്നിയോട് പറഞ്ഞു, വിന്നി ബി കൂൾ, നിന്റെ അസുഖമെല്ലാം മാറിയിട്ടുണ്ട്, പതുക്കെ പതുക്കെ കണ്ണ് തുറക്ക്. വിന്നി ഫാങ് അല്പസമയം നിശബ്ദയായി കിടന്നതിന് ശേഷം വീണ്ടും പതുക്കെ കണ്ണു തുറന്നു. കണ്ണു തുറന്ന വിന്നി ചുറ്റും ഒന്ന് നോക്കുകയാണ്. അവള് എവിടെയാണെന്നോ എന്താണെന്നോ അവൾക്കൊരു പിടിയില്ല. ഏയ് മാർക്ക്, ഞാൻ എവിടെയാ? വിനി, നീ ഇപ്പോ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലോ? അങ്ങനെ അവള് ചോദിക്കുമ്പോ മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്റർ ചൂണ്ടി അവളോട് പറഞ്ഞു, വിനി ഇതാണ് പൗലി മാസ്റ്റർ. ശരിക്കും ആ എണ്ണത്തോണിയിൽ കിടന്നുകൊണ്ട് തന്നെ വിനി അവളുടെ കൈ ഒന്ന് ഉയർത്താൻ ശ്രമിച്ചു. അവൾ ആദ്യമായിട്ടാണ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയന്റെ പൗലി മാസ്റ്ററൊക്കെ കാണുന്നത്. പൗലി മാസ്റ്റർ വലിയൊരു സംഭവമാണെന്നുള്ള കാര്യം അവൾക്കറിയാം. അവള് തൊഴുതപ്പോ പൗലി മാസ്റ്റർ യാൻ യോങ്ഫിനോട് പറഞ്ഞു, യാൻ നമുക്ക് പുറത്തേക്കാം. മാർക്ക് ഫെല്ലറെ വിന്നിയുടെ അടുത്താക്കിയിട്ട് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന്റെ ആ പൗലി മാസ്റ്റർ യുവാനെയും യാൻ യോങ്ഫും പുറത്തിറങ്ങി. അവരെ പുറത്ത് സംസാരിച്ചിരിക്കുമ്പോൾ മാർക്ക് വിന്നിയെ ആ തോണിയിൽ നിന്ന് എണീക്കാൻ സഹായിക്കുകയാണ്. അവൾക്ക് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. മാർക്ക് പക്ഷെ വളരെ കരുതലോടെ വിന്നിയെ പതുക്കെ എണീപ്പിച്ച് ആ തോണിയുടെ പുറത്ത് നിർത്തി. തോണിയുടെ പുറത്ത് നിർത്തിയതും വിന്നി വീഴാൻ പോയി. അവൾ കഴിഞ്ഞ 3 വർഷമായി ആ തോണിക്കകത്തല്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് കാലങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. മാർക്ക് വിന്നിയെ പിടിച്ചുകൊണ്ട് പിന്നോട് പറഞ്ഞ് കാലുറപ്പിക്ക്. മാർക്ക് കാലുറപ്പിക്കാൻ പറഞ്ഞിട്ടും വിന്നിക്ക് പറ്റുന്നില്ല. മാർക്ക് വിന്നിയുടെ ബോഡിയൊക്കെ തോർത്തി വൃത്തിയാക്കി അവൾക്ക് പുതിയ ഡ്രസ്സൊക്കെ അണിയിപ്പിച്ചതിന് ശേഷം അവളുമായി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും കൂടി പുറത്ത് ഇറങ്ങി വരുമ്പോൾ കൗതുകത്തോടെ അവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പൗലി മാസ്റ്റർ. പൗലി മാസ്റ്ററും യാൻ യോങ്ഫും വിന്നി അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് വിന്നിയോട് പറഞ്ഞു, വിന്നി നമുക്കൊന്ന് നടക്കാം. വിന്നിയെ മാർക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വിന്നിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അല്പം നടന്നു കഴിഞ്ഞപ്പോൾ വിന്നിക്ക് പതുക്കെ പതുക്കെ കാലുകൾ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. മാർക്കിനെ പോലെ തന്നെ ജീനിയസ് ആയിരുന്നു വിന്നി ഫാങ്. മാർക്കിനൊപ്പം വളർന്ന് പന്തലിക്കേണ്ട ഒരാളായിരുന്നു വിന്നി. പക്ഷെ നിർഭാഗ്യവശാൽ ഹെക്ടർ ടെങ് വിന്നിയെ തളർത്തി കിടത്തിയോടുകൂടി അവൾക്ക് വളരാൻ പറ്റില്ല എന്നാണ് സത്യം. മാർക്കിനൊപ്പം നടക്കുമ്പോൾ വിന്നി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഞാൻ ഒരുപാട് ദിവസം ഉറങ്ങിയോ? വിന്നി നീ ഒരുപാട് ദിവസം ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ ഉറങ്ങി എന്നതാണ് സത്യം. മാർക്ക് ഞാൻ 1 മാസമെങ്കിലും കിടന്നു കാണുമോ? വിന്നി നീ ഒന്നും വിചാരിക്കണ്ട, നീ യഥാർത്ഥത്തിൽ 3 കൊല്ലക്കാലം ഇവിടെ ഈ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൽ ഉറങ്ങിയായിരുന്നു. 3 കൊല്ലത്തോളം താൻ ഉറങ്ങിയായിരുന്നു കേട്ടപ്പോ വിന്നി ഫാങ്ങിന് വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. മാർക്ക് 3 കൊല്ലം ഞാൻ ഉറങ്ങിയെന്നു? മാർക്ക് ഈ 3 കൊല്ലം കൊണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കാണുമല്ലോ. അങ്ങനെ വിന്നി മാർക്കിനോട് ചോദിച്ചതും മാർക്ക് വിന്നിയോട് കഥകൾ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം വരെയും മാർക്ക് വിന്നിയും കൊണ്ട് ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൽ ചുറ്റും അങ്ങനെ നടന്നു എന്ന് പറയാം. ഒരുപാട് സ്ഥലത്ത് മാർക്ക് വിന്നിയും കൊണ്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് വിന്നിയും കൊണ്ട് നടന്നെത്തിയത് ഒരു മലയുടെ മുകളിലാണ്. അവിടെയാണ് മാർക്ക് സാക്ഷാൽ സീസറുടെ ബോഡി അടക്കം ചെയ്തത്. സീസറുടെ ബോഡി അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സ്റ്റാർ സീസറുടെ പേരും ഒക്കെ എഴുതിയിരിക്കുന്ന കണ്ടപ്പോൾ വിന്നിക്ക് ഭയങ്കര അതിശയം. സീസറെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. വളരെ ചെറിയ അളവിൽ മാത്രമാണ് അവൾക്ക് സീസറെ കുറിച്ച് അറിയാവുന്നത്. അതീവ മിടുക്കിയായിരുന്നു വിന്നി ഫാങ്. അതുകൊണ്ട് തന്നെ അവള് ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ മിടുക്കിയുമാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അതിശക്തനായ സീസർ ഇവിടെ ഈ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിൽ അടക്കം ചെയ്യപ്പെട്ട് കാണപ്പെടുമ്പോൾ സ്വാഭാവികമായും വിന്നിക്ക് പല ചോദ്യങ്ങളും ഉണ്ടാവും. അവള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മാർക്കും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ഏറ്റുമുട്ടിയ കഥയൊക്കെ മാർക്ക് പറയുന്നത്. മാർക്ക് ജിനവോ ഇപ്പോഴും നമ്പർ 1 ആണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മാർക്കൊന്ന് ചിരിച്ചു. അതിനുശേഷം ജിനവോ ബ്ലാക്കും മാർക്കും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ കുറിച്ചും മാർക്ക് വിന്നി ഫെങ്ങിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്കോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മാർക്ക് നീ ഇപ്പോ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നത്? മാർക്ക് ഒരു മാർഷൽ സെയിന്റ് ആയെന്നും മാർഷൽ സെയിന്റിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് മാർക്ക് കടന്നുവെന്നും
മിഡിൽ സ്റ്റേജ് മാർഷൽ സെയിന്റ് ആണ് മാർക്ക് എന്നൊക്കെ കേട്ടപ്പോൾ വിന്നിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മാർഷൽ സെയിന്റ് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അവള് ഒരിക്കലും കരുതിയിരുന്നില്ല. പതുക്കെ പതുക്കെ മാർക്ക് മാർഷൽ സെയിന്റുകളെ കുറിച്ചും മൈറ്റി ലെവലിലെ ആളുകളെ കുറിച്ചൊക്കെ വിനിയെ ധരിപ്പിക്കുകയാണ്. വിനിയുടെ നഷ്ടപ്പെട്ടു പോയ ആ 3 കൊല്ലം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. വിനി അതേക്കുറിച്ച് ആലോചിച്ചു നിൽക്കുമ്പോൾ മാർക്ക് വിനിയോട് പറഞ്ഞു, വിനി നീ ശരിക്കും മിടുക്കിയാണ്. നിന്റെ ഈ 3 കൊല്ലക്കാലം നഷ്ടപ്പെട്ടതിൽ ഞാനും ഒരു കാരണക്കാരനാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും വിനി മാർക്കിനെ പിടിച്ച് നേരെ നിർത്തി. മാർക്കിന്റെ കണ്ണുകളിലേക്ക് നോക്കി വിനി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ആർ യു സീരിയസ്? അതെ, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്. മാർക്ക് അങ്ങനെയാണെങ്കിൽ നീ എന്നെ എടുത്തു. എമിലി ബ്ലാക്കിനെ പോലെ തന്നെ സുന്ദരിയാണ് സാക്ഷാൽ വിന്നി ഫാങ്. വിന്നി ഫാങ് അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് അറിയാതൊന്ന് പതറിപ്പോയി. വിന്നി നേരത്തെ അവള് ഫേമസ് ആയിരിക്കുന്ന സമയത്ത് മാർക്കിനോട് ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എമിലി ബ്ലാക്കിനെ മാത്രം മനസ്സിൽ സ്വീകരിച്ചിരിക്കുന്ന മാർക്ക് ആ കാര്യം പറഞ്ഞ് വിന്നി ഒന്ന് ഒഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിന്നി അന്ന് ചിരിച്ചുകൊണ്ട് മാർക്കിനെ അവളുടെ ആ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഇപ്പോ വിന്നി വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് ചിരിച്ചുകൊണ്ട് വിന്നിയോട് പറഞ്ഞു, വിനി നിനക്ക് നഷ്ടപ്പെട്ടു പോയ പലതും വീണ്ടെടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ എമിലി അവളാണ് എൻ്റെ എല്ലാം. ഏയ് മാർക്ക്, ഞാൻ തമാശ പറഞ്ഞല്ലേ, എന്തായാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലി മാസ്റ്റർ മാർക്കിനടുത്തേക്ക് വന്നത്. മാർക്ക്, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നിട്ട് മറന്നുപോയതാണ്. എന്താ പൗലി മാസ്റ്റർ? മാർക്ക്, ഹോളി റീജിയനിൽ നിന്ന് 2 ആളുകൾ ഈ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഹോളി റീജിയനിൽ നിന്ന് 2 ആളുകൾ വന്നു. എപ്പോ, എവിടെ, എങ്ങനെ? മാർക്ക്, നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. മാർക്ക് ഫെല്ലർ യാൻ യോങ്ഫുമായി ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിലേക്ക് പോയ സമയത്ത് ഹോളി റീജിയനിൽ നിന്ന് ഏതോ ഒരു പ്ലാറ്റ്ഫോം വഴി 2 ആളുകൾ ഭൂമിയിലേക്ക് എത്തി. അവരെത്തിയിരിക്കുന്നത് പൈറോയിലേക്കാണ്. പൈറോയിലെത്തിയ അവർ പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നുണ്ടെന്നുള്ള വിവരം മാർക്ക് പൗലി മാസ്റ്ററിൽ അറിഞ്ഞു. ആ സമയത്ത് ഹോളി റീജിയനിൽ നിന്നെത്തിയ ആ 2 ആളുകൾ അനവധി സ്ഥലങ്ങളിൽ കറങ്ങി തിരിഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലറും ജിനേവോ ബ്ലാക്കും തമ്മിൽ ഏറ്റുമുട്ടിയ ആ ഗ്രീൻ പാർക്കിലെത്തി. ഗ്രീൻ പാർക്കിലേക്ക് കടന്ന അവർ ആ പാർക്ക് മുഴുവൻ ഒന്ന് പരിശോധിക്കുകയാണ്. ആളുകൾ ഉപേക്ഷിച്ച ഒരു പാർക്കാണ് ഗ്രീൻ പാർക്ക്. ന്യൂ സെലസ്റ്ററിലെ ജിങ്ദു മേഖലയിൽ നിന്ന് അല്പം മാറി ആരും ചെല്ലാൻ അറയ്ക്കുന്ന ഒരു പാർക്കാണ് ഗ്രീൻ പാർക്ക്. ആ പാർക്കിൽ എത്തിയ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ആ പാർക്ക് ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ അവന്റെ സഹോദരിയോട് പറഞ്ഞു, യാനിഷ, ഇവിടെയാണ് അത് ഉള്ളത്. പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചാൽ കാര്യം നടക്കില്ല. ലിനോയ്, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? യാനിഷ ആ ചോദ്യം ചോദിച്ചപ്പോ ലിനോയ് യാനിഷയോട് പറഞ്ഞു, യാനിഷ, നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഈ ഭൂമിയിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവും. അത് തേടി നമ്മളെപ്പോലെ വേറെയും ആളുകൾ ഹോളി റീജിയനിൽ നിന്ന് ഇവിടെ വരും. അവര് ഇവിടെ എത്തും മുമ്പ് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. അതിന് നമുക്ക് ആളുകളുടെ സഹായം വേണം. ഞാൻ വിവരങ്ങൾ തിരക്കിയപ്പോൾ ഇവിടെ ഹെവൻലി ഗേറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവരാണ് ഇപ്പൊ ഏറ്റവും ശക്തമായ മാർഷൽ സംഘടന. നമുക്ക് അവരെ സമീപിക്കാം. ഹെവൻലി ഗേറ്റിനെ കുറിച്ച് കുറേയേറെ വിവരങ്ങൾ അവർ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗൂഷിങ് ആക്രമണം നടത്താനായി തീരുമാനിച്ച സമയത്ത് ഹെവൻലി ഗേറ്റിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളൊക്കെ ഗൂഷിങ് മരിച്ച വിവരം അറിഞ്ഞിട്ട് തിരിച്ച് ഹെവൻലി ഗേറ്റിൽ മടങ്ങി എത്തിയിട്ടുണ്ട്. പക്ഷേ ജിയാങ് ഹി മടങ്ങി വന്നിട്ടില്ല. ജിയാങ് ഹി ഇപ്പോ ഏകാന്ത ധ്യാനത്തിലാണെന്ന് പറയാം. മാർക്ക് ഫെല്ലറും യാൻ യോങ്ഫും പൗലി മാസ്റ്ററും വിന്നി ഫെങ്ങും മാർക്കിന്റെ കൂട്ടുകാരും ഒക്കെ അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കിന് ഒരു കോള് വരുന്നത്. കോള് വിളിച്ചത് സാക്ഷാൽ ഷെനി യാനിക്കാണ്. ഷെൻ, എന്താ സംഭവം? മാർക്ക്, ഇവിടെ 2 ആളുകൾ എത്തിയിരിക്കുകയാണ്. അവർ ഹോളി റീജിയനിൽ നിന്ന് വന്നിരിക്കുന്നത്. അവർക്ക് മാർക്കിനെ കാണണമെന്നാണ് പറയുന്നത്. മാർക്ക് ഇങ്ങോട്ടൊന്ന് വരുമോ? ഷെനി യാനിക്ക് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഷെന്നിയോട് പറഞ്ഞു, ഞാൻ ഉടനെ എത്താം, നീ അവരോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. മാർക്ക് ഫെല്ലർ അങ്ങനെ മറുപടി പറഞ്ഞതും ഷെനി യാനിക്ക് അവള് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുന്നിലേക്ക് വന്നു. അവളുടെ ആ മുറിയിൽ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ യാനിഷ ലൂമാനും ലിനോയി ലൂമാനുമാണ്. ആ വന്നവർ അവരുടെ ആഗമന ഉദ്ദേശം ഷെനി യാനിക്കിനോട് നേരത്തെ പറഞ്ഞു. അവർ ഹോളി റീജിയനിൽ നിന്നാണ് വന്നതെന്നും അവർക്ക് ഈ ഹെവൻലി ഗേറ്റിന്റെ സെക്ഷൻ മാസ്റ്ററെ കാണണമെന്നാണ് അവരുടെ അഭിപ്രായം. ആ വിവരം അറിഞ്ഞത് മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്ററോട് പറഞ്ഞു, പൗലി മാസ്റ്റർ, ആ ഹെവൻലി റീജിയനിൽ നിന്ന് 2 ആളുകൾ നമ്മുടെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോവാം. അത് കേട്ടതും വിന്നി പറഞ്ഞു, ഞാനും വരുന്നു. ഉടൻ തന്നെ ചാങ് മാങ്ങും ചാടി ഇറങ്ങി. മാർക്ക്, ഞാനും വരുന്നു. ചാങ് മാങ്ങും മാർക്ക് ഫെല്ലറും വിന്നി ഫെങ്ങും കൂടി ക്വിൻഡ് സിറ്റിയിൽ നിന്ന് ക്യാൻ സിറ്റിയിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ഷെനി യാനിക്കിന് മുന്നിൽ ഇരിക്കുന്ന ലിനോയ് ഷെനി യാനിക്കിനോട് പറഞ്ഞു, എന്താ ഇത്രയും സമയം എടുക്കുന്നത്?
നിങ്ങളുടെ സെക്ഷൻ മാസ്റ്റർക്ക് ഞങ്ങളെ തീരെ ബഹുമാനമില്ലേ? ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. ഞങ്ങൾക്ക് കുറച്ച് ആളുകളുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അവര് അങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും ഷെനിയാനിക്ക് താണ വീണ് മറുപടി പറയുകയാണ്. നോക്ക്, അങ്ങനെയൊന്നും വിചാരിക്കരുതേ. സെക്ഷൻ മാസ്റ്റർ ഈ ടൗണിൽ ഇല്ല, അദ്ദേഹം മറ്റൊരു ടൗണിലാണ് ഉള്ളത്. അവിടുന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഉടൻ ഇവിടെ എത്തും. ഫ്ലൈറ്റ് ഇവിടെ എത്താൻ ഒരു 3 മണിക്കൂറുടെ മതി. ഷെനിയാനിക്ക് വിനയത്തോടെ സംസാരിച്ചതും യാനിഷ ഷെന്നോട് പറഞ്ഞു, ഓക്കെ നീ വേഗം കോണ്ടാക്ട് ചെയ്യും, എത്ര പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറ. സെക്ഷൻ മാസ്റ്ററോട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഷെനിയാനിക്ക് പുറത്തിറങ്ങിയതും യാനിഷയും ലിനോയും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിക്കുകയാണ്. ഈ ഭൂമിയിലെ ആളുകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഏറ്റവും ശക്തൻ ഒരു മാർഷൽ സെയിന്റ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോ ഒരു മാർഷൽ സെയിന്റ് ഉണ്ട്. ഹെവൻലി ഗേറ്റിനകത്ത് ആ സമയത്ത് ഹെവൻലി ഗേറ്റുമായി ബന്ധപ്പെട്ട 1-2 മാർഷൽ സെയിന്റുകളുണ്ട്. അവരുടെ ശക്തി അളന്ന് ലിനോയ്ക്ക് അതിന് താഴെയുള്ള ആളുകളെയാണ് കൂടുതൽ കാണാൻ പറ്റിയത്. മാർക്യൂസുകളെയും ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും. ജിയാങ് ഹി സ്ഥലത്തില്ല, ഷൂ ഷിവാങ് സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ ശക്തി അത്രയ്ക്ക് ഇത്രയേ ഉള്ളെന്ന് ഒരു ധാരണ ലിനോയ്ക്കുണ്ട്. ലിനോയി ആ കാര്യം സഹോദരിയായ യാനിഷയോട് പങ്കുവച്ചതാണ്. അത് കേട്ടതും യാനിഷ ലിനോയോട് പറഞ്ഞു, ഏയ് ലിനോയ്, നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞതനുസരിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ആ സ്ഥലത്ത് ശരിക്കും മൂല്യമുള്ള കാര്യങ്ങളുണ്ടെന്നാണ് സീനിയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുമായിട്ടാണ് ഇവിടുന്ന് പോകാൻ. കഥയുടെ ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.